ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സ്കോർ അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ NTPC ഗ്രാജുവേറ്റ് ലെവൽ, NTPC അണ്ടർ ഗ്രാജുവേറ്റ് ലെവൽ, അതുപോലെ തന്നെ നമ്മുടെ RRB ജൂനിയർ എഞ്ചിനീയർ എക്സാം, ഈ 3 പരീക്ഷകളുടെയും അപ്ലിക്കേഷൻ വിൻഡോ ഏറെക്കുറെയൊക്കെ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. NTPCയുടെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞു. ജൂനിയർ എഞ്ചിനീയറിന് നമുക്ക് ഈ പറയുന്ന 10-ാം തീയതിയാണ് എൻ്റെ ലാസ്റ്റ് ഡേറ്റ് ടു അപ്ലൈ വരുന്നത്. അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പടി എന്ന് പറയുന്നത് എന്താണ്? പഠിച്ചു തുടങ്ങുക എന്നുള്ളത് മാത്രമാണ് നിങ്ങളുടെ മുന്നിലുള്ള ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് ഈ NTPC പരീക്ഷയ്ക്കും അതുപോലെ തന്നെ ജൂനിയർ എഞ്ചിനീയർ പരീക്ഷയ്ക്കും ഒക്കെ എങ്ങനെയാണ് GK പഠിക്കേണ്ടത് എന്ന് നിങ്ങളെ പരിചയപ്പെടുത്തി തരിക. അതാണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൻ്റെ ഉദ്ദേശം. ഒരു ഭാഗം എടുത്തു വെച്ചിട്ട് ആ ഭാഗത്തിൽ നിന്ന് നിങ്ങൾ NTPC പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ ആ ഭാഗത്തിന് എങ്ങനെ പഠിക്കണം, നിങ്ങൾ ജൂനിയർ എഞ്ചിനീയർ പരീക്ഷയ്ക്ക്, അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് പരീക്ഷയ്ക്ക്, ടെക്നീഷ്യൻ ഗ്രേഡ് 1 ഗ്രേഡ് 3 പരീക്ഷകൾക്കൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഭാഗത്തെ എങ്ങനെ പഠിക്കണം, ഇതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരാനായിട്ട് നോക്കുന്നത്. സാധാരണഗതിയിൽ എല്ലാ കുട്ടികളും എന്ത് ചെയ്യണം, ഒരു ടോപ്പിക് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിനെ ഒരേപോലെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. അങ്ങനെയല്ല, ഓരോ പരീക്ഷകൾക്കും അതിൻ്റേതായിട്ടുള്ള വെയിറ്റേജ് മനസ്സിലാക്കിക്കൊണ്ട്, സബ്ജക്റ്റിൻ്റെ വെയിറ്റേജ് മനസ്സിലാക്കിക്കൊണ്ട് വേണം നിങ്ങൾ പ്രിപ്പയർ ചെയ്യാനായിട്ട്. അപ്പം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന പാഠഭാഗം എന്ന് പറയുന്നത് മോഡേൺ ഹിസ്റ്ററി, ആധുനിക ഇന്ത്യ ചരിത്രത്തിലെ എ കോൾ ഫോർ കംപ്ലീറ്റ് ഫ്രീഡം എന്ന് പറയുന്ന ഒരു ചെറിയ ഏകദേശം ഒരു 10 പതിറ്റാണ്ടോളം നീണ്ടു നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലെ ചരിത്രത്തിൻ്റെ ഒരു ചെറിയ പോർഷനാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. അത് നമ്മൾ 2 രീതിയിൽ നോക്കി കാണുന്നുണ്ടായിരിക്കും. ഒരു NTPC ആസ്പിരന്റ് പഠിക്കുമ്പോൾ എങ്ങനെ പഠിക്കണം എന്നുള്ളതും, ഒരു ജൂനിയർ എഞ്ചിനീയർ ആസ്പിരന്റ് അല്ലെങ്കിൽ ഒരു ടെക്നിക്കൽ RRB എക്സാമിന് പഠിക്കുന്ന കുട്ടികൾ എങ്ങനെ പഠിക്കണം എന്നുള്ളതും 2 രീതിയിലും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിനകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും. നിങ്ങൾ ശ്രദ്ധയോടെ അത് കേട്ട് മനസ്സിലാക്കി പഠിച്ചെടുക്കാനായിട്ട് നോക്കുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്ത് നമ്മൾ പ്രധാനമായിട്ടും കവർ ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ് അല്ലെങ്കിൽ ഹെഡുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, 1 ഖിലാഫത്ത് മൂവ്മെന്റ് അഥവാ ഖിലാഫത്ത് പ്രസ്ഥാനം എന്ന് പറയുന്ന ഒരു ഭാഗം, 2 നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്, നമ്മുടെ നിസ്സഹകരണ പ്രസ്ഥാനം, 3 ചൗരി ചൗര ഇൻസിഡന്റ് എന്ന് പറയുന്ന ഒരു ഇൻസിഡന്റ്. കുറച്ച് കുട്ടികൾക്ക് അറിയാം, കുറച്ച് പേർക്ക് അറിയുന്നുണ്ടാവില്ല, നമ്മൾ ക്ലാസ്സിനകത്ത് പഠിക്കുന്നുണ്ടോ, പേടിക്കേണ്ട കാര്യമില്ല. 4 ഗയ സെഷൻ, ഗയയിൽ നടത്തിയിട്ടുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തെ പറ്റിയിട്ട്. 3 ജനറൽ ഇലക്ഷൻസ് ഓഫ് 1923, സൈമൺ കമ്മീഷൻ ഓഫ് 1927, നെഹ്റു റിപ്പോർട്ട് ഓഫ് 1928, ഡൽഹി സ്റ്റേറ്റ്മെന്റ് ഓഫ് 1929 ആൻഡ് ലാഹോർ സെഷൻ ഓഫ് 1929. അപ്പോൾ ഇത്രയും ടോപ്പിക്സ് ആണ് നമ്മൾ ഈ പറയുന്ന 1919-20 കാലഘട്ടം തൊട്ട് 29-30 കാലഘട്ടത്തിന് ഇടയിൽ നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടുള്ള സ്വാതന്ത്ര്യ സമര ചരിത്രമാണ് നമ്മൾ ഇന്ന് പ്രധാനമായിട്ട് നോക്കി കാണാനായിട്ട് പോകുന്നത്. അത് 2 രീതിയിൽ നമ്മൾ നോക്കി കാണുന്നുണ്ടായിരിക്കും. നമ്മൾ തുടക്കം തൊട്ട് അവസാനം വരെയുള്ള ക്ലാസ്സിന്റെ ഭാഗം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി അപ്പോൾ ഇന്നത്തെ സെഷൻ്റെ പ്രത്യേകത, അല്ലെങ്കിൽ ഇന്നത്തെ സെഷൻ ഞാൻ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത് ഈ ഒരു രീതിയിലാണ്. ഈ ഒരു രീതിയിൽ തന്നെയാണ് നമ്മുടെ ക്ലാസ്സിനകത്ത് നമ്മൾ കുട്ടികൾക്ക് നമ്മൾ ക്ലാസ്സുകൾ കൊടുക്കുന്നതും ഇങ്ങനെ തന്നെയാണ്. എങ്ങനെയാണ് ഈ ഒരു പർട്ടിക്കുലർ പാഠഭാഗം നമ്മളിപ്പോൾ നേരത്തെ കണ്ട അത്രയും സബ് ടോപ്പിക്കിൽ നിന്നും ചോദിച്ചിട്ടുള്ള PYQs, മുൻകാല ചോദ്യങ്ങളെ ഞാൻ നിങ്ങളെ ആദ്യം ഒന്ന് പരിചയപ്പെടുത്തി തരും. എന്തിനാണ് പരിചയപ്പെടുത്തി തരുന്നത്? കാരണം നിങ്ങൾ ഈ വിഷയത്തെ പഠിക്കാനിരിക്കുന്നു, ഒരു ടോപ്പിക്ക് പഠിക്കാനിരിക്കുന്നു. ഈ ടോപ്പിക്കിൽ നിന്നും ഇതിനു മുന്നേ എന്ത് ചോദ്യങ്ങൾ ചോദിച്ചു എന്ന് മനസ്സിലാക്കിയാലാണ് ആ ടോപ്പിക്കിന് എത്രത്തോളം വെയിറ്റേജ് കൊടുക്കണം, അല്ലെങ്കിൽ ആ ടോപ്പിക്കിൽ തന്നെ ഏത് ഭാഗത്തിന് ഞാൻ വെയിറ്റേജ് കൊടുക്കണം എന്നുള്ളൊരു ധാരണ നമുക്ക് കിട്ടുള്ളൂ, അല്ലേ? അപ്പോൾ അതുകൊണ്ട് ആ പർട്ടിക്കുലർ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട PYQs, മുൻകാല ചോദ്യങ്ങൾ നമ്മൾ ആദ്യം നിങ്ങളെ പരിചയപ്പെടുത്തും. അതിനുശേഷം നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കും. അപ്പോൾ ഈ ക്ലാസ് എന്ന് പറയുമ്പോൾ നമ്മളിവിടെ സ്കോറിൽ 2 ടൈപ്പ് ഓഫ് ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. കൺസെപ്റ്റ് ക്ലാസ് എന്നും കൺസോളിഡേറ്റഡ് ക്ലാസ് എന്നാണ് നമ്മൾ അതിനെ പേരിട്ട് വിളിക്കുന്നത്. കൺസെപ്റ്റ് ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് ആണ്. ഈ പർട്ടിക്കുലർ ടോപ്പിക്സിലെ ഓരോ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ RRB എക്സാമിന് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതിൽ ഏറ്റവും ഡീറ്റെയിലിംഗ് അടങ്ങുന്ന ക്ലാസ്സുകളാണ് കൺസെപ്റ്റ് ക്ലാസ് എന്ന് പറഞ്ഞാൽ. കൺസോളിഡേറ്റഡ് ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസെപ്റ്റ് ക്ലാസ് കണ്ട കുട്ടിക്കോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ GK പോലെയുള്ള ഒരു ഭാഗത്തിന് വെയിറ്റേജ് കുറഞ്ഞിട്ടുള്ള നമ്മുടെ ജൂനിയർ എഞ്ചിനീയർ എക്സാം പോലെയുള്ള ഒരു പരീക്ഷയ്ക്കോ പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കൺസോളിഡേറ്റഡ് ക്ലാസ്സസ് മോർ ദാൻ ഇനഫ് ആണ്. കാരണം വേണ്ട എല്ലാ ഫാക്റ്റുകളെയും അടക്കം ചിട്ടയോടുകൂടെ ഒതുക്കി ചുരുങ്ങിയ സമയം കൊണ്ട് പഠിച്ചെടുക്കുന്ന ക്ലാസ്സുകളാണ് എവിടെയുള്ളത്, കൺസോളിഡേറ്റഡ് ക്ലാസ്സസിനകത്തുള്ളത്. അപ്പോൾ ഈ 2 ടൈപ്പ് ഓഫ് ക്ലാസ്സുകൾ നമ്മളിന്ന് കാണുന്നുണ്ടായിരിക്കും. ആൻഡ് അതിലൂടെ നിങ്ങൾക്ക് എന്ത് സാധ്യമാവുന്നതായിരിക്കും? നമ്മൾ ഏറ്റവും ആദ്യം കാണിച്ച മുൻകാല ചോദ്യങ്ങളെ ആൻസർ ചെയ്യാനായിട്ട് നിങ്ങളെ തന്നെ പാകപ്പെടുത്തിയെടുക്കുക. ഇതാണ് സ്കോറിൻ്റെ ക്ലാസ്സിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഈ രീതിയിലായിരിക്കും സ്കോറിൻ്റെ ഓരോ വിഷയത്തിൻ്റെയും ക്ലാസ്സുകൾ നമ്മൾ നിങ്ങളെ മുന്നിലേക്ക് വെക്കുന്നുണ്ടായിരിക്കുക. ഹിസ്റ്ററി ആയിക്കോട്ടെ, പൊളിറ്റി ആയിക്കോട്ടെ, ജോഗ്രഫി ആയിക്കോട്ടെ, എക്കണോമിക്സ് ആയിക്കോട്ടെ, സയൻസ് ആയിക്കോട്ടെ, എല്ലാത്തിനും നമ്മൾ ഈ ഒരു രീതിയിലുള്ള പാറ്റേൺ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഫോളോ ചെയ്യുന്നത്. ഓക്കെ, നമുക്കിനി അധികം സമയം കളയാതെ തന്നെ എന്തിലേക്ക് കിടക്കാം, ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം PYQs ആണ്. ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ചോദ്യം നിങ്ങളൊന്ന് നോക്കുക. ഇത് NTPC പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. എന്താണ് ആ ചോദ്യം?
The Chowri Chowra incident resulted in the abrupt closure of dash. താഴെ തന്നിരിക്കുന്ന ഈ 4 മൂവ്മെന്റുകളിൽ ഏത് മൂവ്മെന്റിന്റെ അബ്രപ്റ്റ് ക്ലോഷർ, പെട്ടെന്നുള്ള ക്ലോഷറിലേക്ക് ഏത് ഇവന്റ് നയിച്ചു? ചൗരി ചൗര ഇൻസിഡന്റ് നയിച്ചു. അത് ഏത് ഇവന്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ഒട്ടുമിക്ക കുട്ടികൾക്കും ഈ ക്വസ്റ്റൻ ആൻസർ ചെയ്യാൻ പറ്റേണ്ടതാണ്. 2. ചൗരി ചൗര ഇൻസിഡന്റ് ഡ്യൂറിംഗ് നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് ഒക്കേർഡ് ഇൻ വിച്ച് ഡിസ്ട്രിക്ട് ഓഫ് ഉത്തർപ്രദേശ്? ഇത് കുറച്ച് കടന്ന കൈയാണ്, അല്ലെങ്കിൽ ഒരു പടി കൂടെ മുകളിലുള്ള ഒരു ഫാക്ട് ആണ് ചോദിച്ചിരിക്കുന്നത്. ചൗരി ചൗര ഇൻസിഡന്റ് നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് ആണെന്ന് ചോദ്യത്തിനകത്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പ്രസക്തി, അല്ലെങ്കിൽ അവർ ചോദിച്ച ചോദ്യം അതല്ല. ചൗരി ചൗര എന്ന് പറയുന്നത് ഏത് ജില്ലയ്ക്കകത്താണ്? ഉത്തർപ്രദേശിലെ ഏത് ജില്ലയ്ക്കകത്താണ്? ഉത്തർപ്രദേശിലാണോ എന്ന് പോലും അല്ല ചോദിച്ചിരിക്കുന്നത്, ഏത് ജില്ലയ്ക്കകത്ത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി what was the name of the judge who presided over the trial of Mahatma Gandhi after the non-cooperation movement? ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഒരു പടി ടഫ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. എന്താ ചോദിച്ചിരിക്കുന്നത്? നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്, നിസ്സഹകരണ പ്രസ്ഥാനം, അതിൻ്റെ ട്രയല്, നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ പങ്കെടുത്തതിന്റെ ഭാഗമായിട്ട് ഗാന്ധിയെ അറസ്റ്റ് ചെയ്യുന്നു, ജയിലിലടയ്ക്കുന്നു. ആ ട്രയലിന് എന്താണ് പ്രിസൈഡ് ചെയ്ത് അധ്യക്ഷത വഹിച്ചിട്ടുള്ള ജഡ്ജിന്റെ പേര് എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഒരു ബ്രിട്ടീഷുകാരാണ്, അതിന്റെ പേര് എന്താണെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഗാന്ധി സിനിമ കണ്ടിട്ടുള്ളവർക്ക് ഒരു പക്ഷെ ആ കഥാപാത്രത്തെ ഓർമ്മയുണ്ടായിരിക്കും, പക്ഷെ അപ്പോഴും ജഡ്ജിന്റെ പേര് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവണമെന്ന് നിർബന്ധം ഇല്ല. ഇനി വിച്ച് മൂവ്മെന്റ് വാസ് ലെഡ് ഇൻ ഇന്ത്യ ബൈ അലി ബ്രദേഴ്സ്? ഷൗക്കത്ത് അലിയും മുഹമ്മദ് അലിയും കൂടെ. ഇത് മൾട്ടിപ്പിൾ ടൈംസ് RRBക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. മറ്റൊരു ചോദ്യം നോക്കാം. ഹൂ ലെഡ് ദ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് ഇൻ 1920-22? ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്, NTPC ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഇനി വിച്ച് ഈസ് കറക്റ്റ് അബൌട്ട് ദ ഖിലാഫത്ത് മൂവ്മെന്റ് ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ ഖിലാഫത്ത് പ്രസ്ഥാനത്തെ പറ്റി ശരിയായിട്ടുള്ള പ്രസ്താവന, അല്ലെങ്കിൽ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മറ്റൊരു ചോദ്യം നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് വാസ് എ റിസൾട്ട് ഓഫ് ദ നോൺ കോപ്പറേഷൻ ആൻഡ് ഖിലാഫത്ത് മൂവ്മെന്റ്? താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെയും നോൺ കോപ്പറേഷൻ മൂവ്മെന്റിന്റെയും റിസൾട്ട് ആയിട്ട് സംഭവിച്ചിട്ടുള്ളതെന്ന് ചോദിച്ചിട്ടുണ്ട്. വേറൊരു ചോദ്യം നോക്കാം. ദ ഖിലാഫത്ത് കമ്മിറ്റി വാസ് ഫോംഡ് ഇൻ ബോംബെ ടു ഡിഫെൻഡ് ടെമ്പറൽ പവേഴ്സ് ഓഫ് ഖലീഫ ഇൻ ഡാഷ്. ഇത് ജൂനിയർ എഞ്ചിനീയർ എക്സാമിന് ചോദിച്ച ചോദ്യമാണ്. 2024 പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ്. ഈ ചോദ്യം ഇച്ചിരി കട്ടിയാണ്. JEEക്ക് ചോദിച്ചതാണെങ്കിൽ കൂടെ വളരെ അടുപ്പിച്ചുള്ള ഓപ്ഷൻസ് ആണ്. നോക്കാം, 919 തന്നെയാണ് എല്ലാത്തിനകത്തുള്ളത്. ജൂൺ, ജൂലൈ, മാർച്ച്, ജനുവരി അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. എക്സാക്ട് ഡേറ്റ് അല്ലെങ്കിൽ എക്സാക്ട് മന്ത് അറിയാവുന്നവർക്കേ ഈ ചോദ്യം കിട്ടുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ചോദ്യങ്ങൾ എങ്ങനെയാണ് ചോദിക്കുന്നത്? ഇപ്പം ഇതുവരെ കണ്ടിട്ടുള്ള ചോദ്യങ്ങളിലെല്ലാം ഒട്ടുമിക്ക ചോദ്യങ്ങളും എന്താണ്? ഫാക്ട് ഓറിയന്റഡ് ആണ്. NTPC പരീക്ഷയ്ക്ക് പക്ഷെ എന്തും ചോദിച്ചിട്ടുണ്ട്? കൺസെപ്റ്റും ചോദിച്ചിട്ടുണ്ട്. കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാക്ട് വെറുതെ പഠിച്ചു പോയതുകൊണ്ട് മാത്രം കാര്യമില്ല. അതിന്റെ കാര്യകാരണ സഹിതം നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു ഫാക്ടിനെ പഠിക്കേണ്ടി വരും, ഒരു ഫാക്ടിനെ സമീപിക്കേണ്ടി വരും. ഓക്കെ, ഇനി ദ സ്വരാജ് പാർട്ടി ഏത് വർഷമാണ് ഫോം ചെയ്തിരിക്കുന്നത്? അഗെയിൻ എന്താണ്? ഫാക്ട് ആണ്. അതിനുശേഷം who along with Motilal Nehru formed the Swaraj Party within the Congress to argue for a return to council politics? Again fact ആണ്. ഇനി non cooperation movement was adopted to the Congress session in the December 1920 at ഏത് കോൺഗ്രസിന്റെ സമ്മേളനത്തിനകത്താണ് നിസ്സഹകരണ പ്രസ്ഥാനത്തെ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്? അഗെയിൻ ഫാക്ട് ആണ്. Clement Attlee, who later became Prime Minister of Britain, came to India as a member of. അപ്പോൾ Clement Attlee എന്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയിലേക്ക് കടന്നു വന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഓപ്ഷൻസ് എല്ലാം തന്നെ അത്യാവശ്യം നല്ല ഓപ്ഷൻസ് ആണ്. പൊളിറ്റി ക്ലാസ്സിൽ നമ്മൾ കണ്ടിട്ടുള്ള ഒരു ഭാഗമാണിത്. ഇനി വാട്ട് വാസ് ദ മെയിൻ റീസൺ ഫോർ ബോയ്ക്കോട്ടിംഗ് സൈമൺ കമ്മീഷൻ? സൈമൺ കമ്മീഷനെ ബോയ്ക്കോട്ട് ചെയ്യുന്നതിനുണ്ടായിട്ടുള്ള പ്രധാന കാരണം എന്ത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതും കുറച്ച് കൺസെപ്ച്വൽ ആയിട്ടുള്ള ചോദ്യമാണ്, ഫാക്റ്റ് അല്ല. ഇനി നമുക്ക് കൺസെപ്റ്റ് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പം ഞാൻ ഈ പറയുന്നത് 1919-20 കാലഘട്ടം തൊട്ട് നമ്മുടെ 29-30 കാലഘട്ടം വരെയുള്ള ഒരു പതിറ്റാണ്ട് കാലഘട്ടത്തിലെ ചരിത്രത്തിന്റെ ഒരു ഭാഗം എടുത്തു വെച്ചിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞാനൊരു ക്ലാസ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പതിറ്റാണ്ടിലെ എല്ലാ വിഷയങ്ങളും അല്ലെങ്കിൽ എല്ലാ ടോപ്പിക്സും ചരിത്രത്തിൽ നമ്മളിവിടെ കവർ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്നതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാഠഭാഗങ്ങളാണ് നമ്മൾ കവർ ചെയ്യുന്നത്. ഇതിനകത്ത് തന്നെ ഈ ഒരു കാലഘട്ടത്തിലാണ് നമുക്കറിയാവുന്ന പോലെ റവല്യൂഷണറി ആക്ടിവിറ്റീസ് ഒരുപാട് നടക്കുന്നുണ്ട് അല്ലേ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഫോം ചെയ്യുന്നത് ഈ ഒരു സമയത്താണ്. ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ ഫോം ചെയ്യുന്ന ഈ സമയത്താണ് അല്ലേ. അതുപോലെ തന്നെ നമ്മുടെ ഭഗത് സിംഗിന്റെ ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് അസോസിയേഷൻ ഫോം ചെയ്യുന്ന ഈ സമയത്താണ്. ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ ഫോം ചെയ്യുന്ന ഈ സമയത്താണ്. ഈ സമയത്ത് തന്നെയാണ് കാൺപൂർ ബോൾഷെവിക് കോൺസ്പിറസി കേസ് നടക്കുന്നത്. ഇതേ സമയത്ത് തന്നെയാണ് ഇവർ പാർലമെന്റ് ആക്രമിക്കുന്നത്. ഭഗത് സിംഗും കൂട്ടരും പാർലമെന്റ് ആക്രമിക്കുന്നത്. ഇതേ സമയത്ത് തന്നെയാണ് സൗണ്ടേഴ്സ് മർഡർ കേസ് നടക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഈ ഒരു പതിറ്റാണ്ടിൽ നടക്കുന്ന റവല്യൂഷണറി ആക്ടിവിറ്റീസ് ആണ്. അപ്പോൾ അതെല്ലാം ഇതിന് സമാന്തരമായിട്ട് പാരലായിട്ട് നടക്കുന്ന ചരിത്രത്തിന്റെ ഭാഗമാണ് നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ നോക്കി കാണാനായിട്ട് പോകുന്നത്. ചരിത്രത്തിന്റെ
ദേശീയ പ്രസ്ഥാനം, അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ചരിത്ര പശ്ചാത്തലവും അതിൻ്റെ ഫാക്റ്റുകളും അതിൻ്റെ കൺസെപ്റ്റുകളുമാണ് നമ്മൾ ഇന്ന് എന്ത് ചെയ്യുന്നത് നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, നമുക്ക് സമയം കളയാതെ തന്നെ ക്ലാസ്സിലേക്ക് കടക്കാം. കൺസെപ്റ്റ് ക്ലാസ്. കൺസെപ്റ്റ് ക്ലാസ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിനകത്ത് എന്തുണ്ടായിരിക്കും? ഇവിടെ നിങ്ങൾ ഫാക്റ്റുകൾ പഠിക്കും, ഇവിടെ നിങ്ങൾ കൺസെപ്റ്റുകൾ പഠിക്കും. എന്ന് പറഞ്ഞാൽ കേവലം ഫാക്റ്റുകൾ മാത്രമല്ല, ആ ഫാക്റ്റുകൾ എന്തുകൊണ്ട് അങ്ങനെ വന്നു എന്നുള്ളതിൻ്റെ കാര്യകാരണ സഹിതം നമ്മൾ പഠിക്കുന്നുണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഇതിനെ കൺസെപ്റ്റ് എന്ന് പഠിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? വെറുതെ ഫാക്റ്റുകൾ പഠിച്ചു വെച്ചിട്ട് ഇന്ത്യയിലെ ആദ്യത്തെ രാഷ്ട്രപതി ആര്, അവസാനത്തെ രാഷ്ട്രപതി ആര്, നിലവിലെ രാഷ്ട്രപതി ആര്, അങ്ങനെ ഫാക്റ്റുകൾ മാത്രമല്ല നമ്മളിവിടെ പോകുന്ന കഥകൾ, അതുമായിട്ട് ഇപ്പോൾ ചരിത്രമാണെങ്കിൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി, അതിൻ്റെ മറ്റനുബന്ധപ്പെട്ട ഫാക്റ്റുകൾ, കാര്യങ്ങൾ എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, ഈ ഒരു ഏരിയയിൽ കവർ ചെയ്ത് പോകുന്നുണ്ടാവും. ഓക്കെ, കൺസെപ്റ്റ് ക്ലാസ്സിലേക്ക് അടക്കം. ആദ്യം നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഖിലാഫത്ത് മൂവ്മെന്റ് എന്ന് പറയുന്ന ഖിലാഫത്ത് പ്രസ്ഥാനത്തെ പറ്റിയിട്ടാണ്. ഇവിടെ എഴുതിയിരിക്കുന്ന ഓരോ ഫാക്റ്റുകളും നിങ്ങൾ പഠിക്കേണ്ടതാണ്. ഒരു NTPC ആസ്പിറൻ്റ് ആണ് നിങ്ങളെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടിരിക്കേണ്ട, NTPC കൂടെ ഒരുമിച്ച് പഠിക്കാൻ താല്പര്യപ്പെടുന്ന ഒരു കുട്ടിയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കേണ്ട ഒരു ഭാഗമാണ് ഈ കൺസെപ്റ്റ് ക്ലാസ്സിനകത്ത് നമ്മൾ പറയുന്നത്. അപ്പോൾ ഖിലാഫത്ത് മൂവ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വാസ് എ മൂവ്മെന്റ് ഓഫ് ഇന്ത്യൻ മുസ്ലിംസ് ലെഡ് ബൈ മുഹമ്മദ് അലി ആൻഡ് ഷൗക്കത്ത് അലി. അപ്പോൾ ഖിലാഫത്ത് പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് വ്യക്തികളുടെ പേര് ഞാൻ വർഷത്തിന് വേറൊരു കളറ്, വ്യക്തികൾക്ക് വേറൊരു കളറിലാണ് കൊടുത്തിരിക്കുന്നത്. പഠിക്കാൻ എളുപ്പമാണ്. നിങ്ങൾ സ്ക്രീനിലേക്ക് നോക്കുന്ന സമയത്തായിക്കോട്ടെ, നമ്മുടെ ക്ലാസ്സുകൾ കാണുന്ന സമയത്തായിക്കോട്ടെ, പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യാൻ എളുപ്പമാണ്. അപ്പോൾ നമ്മുടെ എല്ലാ ക്ലാസ്സിനകത്ത് നമ്മൾ ഈ രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. കളേഴ്സ് വേറെ കളർ, ഇയേഴ്സ് വേറെ കളറിൽ, ആളുകളുടെ പേര് വേറെ കളറിൽ, ബോൾഡ് ചെയ്യേണ്ടത് ബോൾഡ് ചെയ്തും അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സ്ട്രക്ചർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോക്കുന്ന സമയത്ത് തന്നെ കുറേ ഫാക്റ്റുകളൊക്കെ നിങ്ങൾക്ക് ഈ പറഞ്ഞ കളർ വെച്ചിട്ട് എന്ത് ചെയ്യാം, അതിനെ അറേഞ്ച് ചെയ്യാം. അപ്പോൾ അലി ബ്രദേഴ്സ്, ഇവരെ ചുരുക്കി വിളിക്കുന്ന പേരാണ് അലി ബ്രദേഴ്സ്. അലി ബ്രദേഴ്സ് ആണ് ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് എന്ത് കൊടുത്തിരുന്നത്, നേതൃത്വം കൊടുത്തിരുന്നത്. ദാറ്റ് ഡിമാൻഡഡ് ദ ഫോളോയിങ്. എന്തിനാണ് ഖിലാഫത്ത് പ്രസ്ഥാനം ഉണ്ടായിരുന്നത്? ഒന്നാമത്തെ പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദ ടർക്കിഷ് സുൽത്താൻ ഓർ ഖലീഫ മസ്റ്റ് റിമെയിൻ കൺട്രോൾ ഓവർ ദ മുസ്ലിം സേക്രഡ് പ്ലേസസ് ഇൻ ദ ഏഴ്സ്റ്റ്വൈൽ ഓട്ടോമൻ എംപയർ. അപ്പോൾ ഒന്നാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതിന് ശേഷം ഓട്ടോമൻ എംപയറും അതുപോലെ തന്നെ ബ്രിട്ടീഷുകാരും ഓപ്പോസിറ്റ് ചേരിയിൽ വന്നപ്പോൾ ഓട്ടോമൻ എംപയറിന് മുസ്ലിമുകളുടെ സേക്രഡ് പ്ലേസുകൾ, ഓട്ടോമൻ എംപയറിനെ തലപ്പത്തിരിക്കുന്ന ഖലീഫയ്ക്ക് അല്ലെങ്കിൽ തുർക്കിഷ് സുൽത്താൻ അത് കൈകാര്യം ചെയ്യാനുള്ള അംഗീകാരം കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഖലീഫകളുടെ ഈ ഖിലാഫത്ത് പ്രസ്ഥാനം, മുസ്ലിമുകളുടെ ഈ ഖിലാഫത്ത് പ്രസ്ഥാനം ആദ്യമായിട്ട് പൊട്ടിപ്പുറപ്പെടുന്നത്. രണ്ടാമത്തെ പോയിന്റ് എന്താണ്? ജസീറത്ത് ഉൽ അറബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറേബ്യ, സിറിയ, ഇറാഖ്, പലസ്തീൻ തുടങ്ങിയവയെല്ലാം തന്നെ മുസ്ലിം സോവറിനിറ്റിയുടെ കീഴിൽ മുസ്ലിം രാജ്യമായിട്ട് നിലകൊള്ളണം എന്നും ബ്രിട്ടന്റെ അടുത്ത് ആവശ്യപ്പെടുകയാണ്. മൂന്നാമത്തെ പോയിന്റ് എന്താണ്? ആൻഡ് ദ ഖലീഫ മസ്റ്റ് ബി ലെഫ്റ്റ് വിത്ത് സഫിഷ്യന്റ് ടെറിട്ടറി ടു എനേബിൾ ഹിം ടു ഡിഫെൻഡ് ദ ഇസ്ലാമിക് ഫെയ്ത്ത്. ഈ മൂന്ന് കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഖിലാഫത്ത് പ്രസ്ഥാനം പൊട്ടിപ്പുറപ്പെടുന്നത്. അപ്പോൾ അതിന്റെ നേതൃത്വം ഇന്ത്യയിൽ വഹിച്ചിരുന്ന ആരാണ്? മുഹമ്മദ് അലിയും ഷൗക്കത്ത് അലിയും ആയിരുന്നു എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. അവരെ അലി ബ്രദേഴ്സ് എന്നും വിളിച്ചിരുന്നു. ഇനി കോൺഗ്രസിന്റെ നിലപാട് എന്താണ്? അപ്പൊ ഈ ഒരു സാഹചര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. തൊട്ട് മുന്നേ 1919 എന്ന് പറയുന്ന വർഷത്തിലാണ് റൗലത്ത് ആക്ട് നടക്കുന്നത്. റൗലത്ത് ആക്ട് പ്രകാരം പ്രത്യേകിച്ച് ട്രയലോ കാര്യങ്ങളോ ഒന്നും കൂടാതെ ആരെ വേണമെങ്കിലും പിടിച്ച് ജയിലിലിടാം. അത്തരത്തിൽ വളരെ ഒരു ക്രൂരതയുള്ള ഒരു നിയമമായിരുന്നു റൗലത്ത് ആക്ട് എന്ന് പറയുന്നത്. ഓക്കെ, അതിന് അഗെയിൻസ്റ്റ് ഗാന്ധി സത്യാഗ്രഹത്തിന് ആഹ്വാനം ചെയ്യുന്നുണ്ട്. ആ സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിന്റെ ഭാഗമായിട്ട് അതിനോടനുബന്ധിച്ച് നടക്കുന്ന ഒരു കൂട്ടക്കൊലയാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. ഇതിന്റെയൊക്കെ ഒരു ഒരു തുടർച്ച എന്നവണ്ണമാണ് ഖിലാഫത്ത് പ്രസ്ഥാനം എന്ത് ചെയ്യുന്നത്, ആരംഭിക്കുന്നത് ഏറെക്കുറെ. ഓക്കെ, അപ്പോൾ കോൺഗ്രസ് എന്ത് ചെയ്യുന്നു? ഈ മൂവ്മെന്റിനെ സപ്പോർട്ട് ചെയ്യുന്നു. ആൻഡ് മഹാത്മാഗാന്ധി സൗട്ട് ടു കൺജോയിൻറ്റ് ഇറ്റ് ടു ദ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്. മഹാത്മാഗാന്ധി ഫ്യൂച്ചറിൽ തുടങ്ങാൻ പോകുന്ന നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ കൂടെയും ഖിലാഫത്തിനെ എന്ത് ചെയ്യാം, ഇത് രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാം. അതുവഴി ഹിന്ദു മുസ്ലിം യൂണിറ്റി ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഹിന്ദുക്കളും മുസ്ലിമുകളും ഇന്ത്യയിൽ ഒരു കുടക്കീഴിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കുമെന്ന് ആര് വിശ്വസിച്ചിരുന്നു? ഗാന്ധി വിശ്വസിച്ചിരുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ ഒരു തുടക്ക ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അടുത്ത് The Khilafat Committee was formed in Bombay in March 1919. Junior Engineer, RRB Junior Engineer 2024 ചോദിച്ച ചോദ്യമാണ്. ഖിലാഫത്ത് കമ്മിറ്റി ഏത് വർഷമാണ് ജോയിൻ ചെയ്തിരുന്നത്? അപ്പോൾ സ്ഥലം കൂടെ ഓർത്തിരിക്കുക. ഖിലാഫത്ത് കമ്മിറ്റി ഫോം ചെയ്തത് ബോംബെയിൽ വെച്ചിട്ടാണ്. മാർച്ച് 1919 ഫോം ചെയ്തത്. Defend the temporal powers of the Khalifa, the religious head of the Ottoman Empire. ഒന്നാമത്തെ പോയിന്റ്. ഇനി the All India Khilafat Conference held in November 1919 എവിടെ വെച്ച്? ഡൽഹിയിൽ വെച്ച് decided to withdraw all government corporation if the government did not meet its demands.
അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആ 3 ഡിമാൻഡുകൾ ബ്രിട്ടീഷ് ഗവൺമെന്റ് നടപ്പിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ സർക്കാരുമായിട്ട് യാതൊരു വിധത്തിലുള്ള സഹകരണവും പാടില്ല എന്ന് ഖിലാഫത്ത് കമ്മിറ്റി നടപ്പിലാക്കി, അല്ലെങ്കിൽ ഖിലാഫത്ത് കമ്മിറ്റിയുടെ കീഴിൽ നിലവിൽ വന്നിട്ടുള്ള ഒരു ഓൾ ഇന്ത്യ ഖിലാഫത്ത് കോൺഫറൻസ് നവംബറിൽ തീരുമാനമെടുക്കുന്നു. ഈ ഓൾ ഇന്ത്യ ഖിലാഫത്ത് കോൺഫറൻസിന്റെ അധ്യക്ഷനായിട്ടും ആര് വർത്തിച്ചിട്ടുണ്ട്? ഗാന്ധി ആ സമയത്ത് ആക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗാന്ധി ഖിലാഫത്ത് പ്രസ്ഥാനത്തിനോട് വളരെയധികം അതിനോട് ചേർന്ന് നിന്ന് പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തിയാണെന്നുള്ള കാര്യം കൂടെ നിങ്ങളുടെ സൈഡ് നോട്ടായിട്ട് ഓർത്തിരിക്കുക. കോൺഗ്രസ് ലീഡർ മഹാത്മാഗാന്ധി ആൻഡ് ദ ഖിലാഫത്ത് ലീഡേഴ്സ് പ്രോമിസ്ഡ് ടു വർക്ക് ആൻഡ് ഫൈറ്റ് ടുഗെദർ ഫോർ ദ കോസ് ഓഫ് ഖിലാഫത്ത് ആൻഡ് സ്വരാജ്. സ്വരാജ് എന്ന് പറയുന്ന സങ്കല്പത്തിന് വേണ്ടിയിട്ടും ഖിലാഫത്തിന് വേണ്ടിയിട്ടും ഒരുമിച്ച് ഫൈറ്റ് ചെയ്യാനായിട്ട് ഗാന്ധിയും ഖിലാഫത്ത് റൂളേഴ്സും തീരുമാനിക്കുന്നു. ഇനി ആഫ്റ്റർ ദ വാർ ദ ബ്രിട്ടൻ ഡിസൈഡഡ് to weaken the position of Turkey and the Treaty of Sevres 1920 was signed. 1920 സെവറസ് ട്രീറ്റിയിലൂടെ എന്ത് ചെയ്യുന്നു? ബ്രിട്ടൻ ഡിസൈഡഡ് ടു വീക്കൻ ദ പൊസിഷൻ ഓഫ് തുർക്കി. അപ്പോൾ ഖിലാഫത്ത് പ്രസ്ഥാനം തുടങ്ങിയത് ബ്രിട്ടൻ ഒരു തീരുമാനം എടുക്കുന്നതിനേക്കാളും മുന്നേ ഞങ്ങൾ ഇതിനെയൊക്കെ പ്രതിഷേധിക്കുന്നു, ഞങ്ങളുടെ ഡിമാൻഡുകൾ ഇതാണ്, ഈ ഡിമാൻഡുകൾ അംഗീകരിച്ചുകൊണ്ട് ബ്രിട്ടൻ മുന്നോട്ട് പോകണമെന്ന് ഖിലാഫത്ത് കമ്മിറ്റി മുന്നോട്ട് ആവശ്യങ്ങൾ വെക്കുകയാണ്. പക്ഷേ ഈ പറയുന്ന ആവശ്യത്തിനെയും അതിനെ സപ്പോർട്ട് ചെയ്ത ഗാന്ധിയുടെയും എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ബ്രിട്ടൻ എന്ത് ചെയ്യുന്നു? ഒരു സന്ധി ഒപ്പുവെക്കുന്നു. ആ സന്ധി പ്രകാരം ഓട്ടോമൻ എംപയറിന് ഖലീഫയെ എന്ത് ചെയ്യുന്നു? പുറത്താക്കുന്നു. ഖലീഫയെ സ്ഥാനഭ്രഷ്ടനാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെടുന്നു. അപ്പോൾ ഇവർ ഖലീഫയെ പ്രൊട്ടക്ട് ചെയ്യണം, ഖലീഫയ്ക്ക് ഇന്ന അവകാശങ്ങൾ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞത് എന്ത് ചെയ്തു? വെള്ളത്തിൽ വരച്ച വര പോലെയായി. ഇവരുടെ പരിപാടികളൊന്നും തന്നെ അവിടെ നടന്നില്ല. The dismemberment of the caliphate was seen as a blow to Islam. ഇത് ഇസ്ലാമിന് ഉള്ള ഒരു അടിയായിട്ടാണ് എന്ത് ചെയ്തത്? ഇന്ത്യയിലെ മുസ്ലിം ജനത അല്ലെങ്കിൽ ജനത പ്രധാനമായിട്ടും കണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്രിട്ടൻ അഗെയിൻസ്റ്റ് ആയിട്ടുള്ള അവരുടെ വികാരം ഈ പറയുന്ന പോലെ ആളിക്കത്തുകയും അതിനെ മാക്സിമം യൂസ് ചെയ്യുന്നതിന് വേണ്ടി അതിനെ നോൺ കോപ്പറേഷൻ മൂവ്മെന്റിന്റെ നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ ഭാഗമാക്കാൻ കൂടെ ആര് ശ്രമിച്ചിരുന്നു? ഗാന്ധി ശ്രമിച്ചിരുന്നു എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഇത്രയും പോയിന്റ്സ് ഖിലാഫത്ത് കമ്മിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതിൻ്റെ ഡേറ്റുകൾ, വഴികൾ, ആളുകളുടെ പേരുകൾ, നടന്നിട്ടുള്ള സംഭവങ്ങൾ, ട്രീറ്റുകൾ, സന്ധികൾ, ഇതെല്ലാം കൃത്യമായിട്ട് ഓർത്തിരിക്കാനായിട്ട് നോക്കുക. ഓക്കെ, ഇനി നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് 1920 മുതൽ 22 വരെയാണ് നിസ്സഹകരണ പ്രസ്ഥാനം പ്രധാനമായിട്ടും നടന്നിട്ടുള്ളത്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റൗലത്ത് സത്യാഗ്രഹ ദാറ്റ് മെയ്ഡ് ഗാന്ധി എ ട്രൂലി നാഷണൽ ലീഡർ. അപ്പോൾ റൗലത്ത് ആക്ട് എന്ന് പറയുന്ന നിയമത്തിന് എഗെയിൻസ്റ്റ് ആയിട്ട് നടത്തിയിട്ടുള്ള സത്യാഗ്രഹയാണ്. ഗാന്ധിയുടെ ഏറ്റവും ആദ്യത്തെ ഓൾ ഇന്ത്യ ലെവലിലുള്ള സത്യാഗ്രഹയാണ്. ഗാന്ധി റൗലത്ത് ആക്ടിനെ വിളിച്ചിരുന്നത് കരി നിയമം, ബ്ലാക്ക് ആക്ട് എന്നാണ്. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഇതിന്റെ ഭാഗമായിട്ട് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടക്കുന്നുണ്ട് ആ സത്യാഗ്രഹയുടെ ഭാഗമായിട്ട്. അവിടെ നിന്നാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ നോൺ കോപ്പറേഷൻ മൂവ്മെന്റിലേക്ക് വരുന്നത്. Emboldened by its success, Gandhi called for a campaign of non-cooperation with British rule. ബ്രിട്ടീഷുകാരുമായിട്ട് ഇനി സഹകരണമില്ല, നിസ്സഹകരണം, നോൺ കോപ്പറേഷൻ. അതിൻ്റെ അർത്ഥം എന്താണ്? ഇന്ത്യൻസ് ഹു വിഷ്ഡ് കൊളോണിയലിസം ടു എൻഡ് വർ ആസ്ക്ഡ് ടു സ്റ്റോപ്പ് അറ്റൻഡിങ് സ്കൂൾ. നിങ്ങൾ ബ്രിട്ടീഷുകാരുടെ സ്കൂളുകളിൽ പോകരുത്, അവരുടെ കോളേജുകളിൽ പോകരുത്, അവരുടെ കോടതികളിൽ പോകരുത്, അവരുടെ ടാക്സ് നിങ്ങൾ അടയ്ക്കരുത്. ഇൻ സം ദേ വർ ആസ്ക്ഡ് ടു അഡ്ഹെയർ ടു എ റിനൗൺസിയേഷൻ ഓഫ് വോളണ്ടറി അസോസിയേഷൻ വിത്ത് ദ ബ്രിട്ടീഷ് ഗവൺമെന്റ്. ബ്രിട്ടീഷ് സർക്കാരുമായിട്ട് യാതൊരു വിധത്തിലുള്ള സഹകരണവും നിങ്ങൾ ചെയ്യരുത് എന്നുള്ളതാണ് നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള മുദ്രാവാക്യം എന്ന് പറയുന്നത്. ആൻഡ് നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഹിന്ദുക്കളും മുസ്ലിമുകളും കുട്ടികളും സ്ത്രീകളും കർഷകരും തൊഴിലാളികളും എല്ലാവരും ഒരുമിച്ച് തെരുവിലിറങ്ങി ബ്രിട്ടനെ പുറത്താക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നടത്തിയിട്ടുള്ള മറ്റൊരു പ്രക്ഷോഭം ഇല്ല എന്നുള്ള കാര്യം കൊണ്ട് ഓർത്തിരിക്കുക. അത്ര കണ്ട് ജനങ്ങളെ ഇൻവോൾവ് ചെയ്യിക്കാനായിട്ട് ഗാന്ധിക്കും ആ സമയത്ത് കോൺഗ്രസിനും സാധിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം കൂടെ ഇവിടെ സൈഡ് നോട്ടായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഓർത്തിരിക്കുക. If non-cooperation was effectively carried out, said Gandhiji, India would win Swaraj within a year. ഇതും വളരെയധികം ജനങ്ങളെ ആവേശമേറ്റിയ ഒരു പ്രസ്താവനയായിരുന്നു. ഞാൻ ഈ പറഞ്ഞതുപോലെ ബ്രിട്ടീഷുകാരുമായിട്ട് യാതൊരു വിധത്തിലും സഹകരിക്കാൻ നിങ്ങൾ തയ്യാറാവില്ല എന്നാണെങ്കിൽ 1 വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് സ്വരാജ് ലഭിക്കും എന്നാണ് ആര് പറഞ്ഞത്? ഗാന്ധി പറഞ്ഞത്. അതും പറഞ്ഞുകൊണ്ടാണ് 1920 എന്ത് തുടങ്ങുന്നത്? നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മൂവിങ് ഓൺ, എങ്ങനെയാണ് മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്തത്? ഓഗസ്റ്റ് 1, 1920 ദ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് വാസ് ഒഫീഷ്യലി ലോഞ്ച്ഡ്. അന്നേ ദിവസം തന്നെയാണ് നമ്മുടെ ബാലഗംഗാധര തിലകിന്റെ മരണവും എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക? ഓർത്തിരിക്കുക. ഓക്കെ, ഇനി ദ കോൺഗ്രസ് മെറ്റ് ഇൻ എ സ്പെഷ്യൽ സെഷൻ അറ്റ് കൽക്കട്ട ഇൻ സെപ്റ്റംബർ 1920 ആൻഡ് റിസോൾവ് ടു അക്സെപ്റ്റ് ഗാന്ധിസ് പ്രപ്പോസൽ ഓൺ നോൺ കോപ്പറേഷൻ. അപ്പോൾ ഗാന്ധി പറഞ്ഞത് പ്രകാരമുള്ള ബോയ്കോട്ടിംഗ് സ്കൂൾസ്, ബോയ്കോട്ടിംഗ് കോളേജസ്, ബോയ്കോട്ടിംഗ് കോർട്സ്, ബോയ്കോട്ടിംഗ് ടാക്സ്, ഇതെല്ലാം അംഗീകരിച്ചുകൊണ്ട്
ഗാന്ധിയുടെ ഈ നിസ്സഹകരണം എന്ന് പറയുന്ന ഐഡിയയെ അംഗീകരിച്ചുകൊണ്ട് അതിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി കൽക്കട്ടയിൽ വെച്ച് സെപ്റ്റംബർ 1920 എന്ത് ചെയ്യുന്നു, കോൺഗ്രസ് ഒരു പ്രത്യേക സമ്മേളനം രൂപീകരിക്കുകയും അതിൽ ഈ പറയുന്ന ബോയ്ക്കോട്ടിന്റെ അല്ലെങ്കിൽ നോൺ കോപ്പറേഷൻ്റെതായിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും എന്ത് ചെയ്യുന്നു, അംഗീകരിച്ചെടുക്കുകയും ചെയ്യുന്നു. കോൺഗ്രസ് നാഗ്പൂർ സെഷൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ നേരത്തെ ചോദ്യം കണ്ടതാണ്. നാഗ്പൂർ സെഷൻ ഇൻ ഡിസംബർ 1920 ഡിഫൈൻഡ് ദ നോൺ കോപ്പറേഷൻ പ്രോഗ്രാം ക്ലിയർലി ഇൻ ഡീറ്റെയിൽ. എന്തായിരിക്കണം നോൺ കോപ്പറേഷൻ മൂവ്മെന്റിന്റെ അജണ്ട, എങ്ങനെയാണ് നമ്മുടെ അതിന്റെ ഫേസ്, എങ്ങനെയാണ് അത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തീരുമാനിച്ചത് നാഗ്പൂർ സെഷനിലാണ് 1920. C.R. Das played an important role in promoting the movement and Subhash Chandra Bose became the head of the Calcutta National Congress. അപ്പോൾ ബംഗാൾ ഏരിയയിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് നോൺ കോപ്പറേഷൻ മൂവ്മെന്റിന് പ്രചാരണം നടത്തിയിട്ടുള്ള രണ്ടാളുകളാണ് ചിത്രരഞ്ജൻ ദാസ് അഥവാ C.R. ദാസ്, രണ്ടാമത്തെ വ്യക്തിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന സുഭാഷ് ചന്ദ്രബോസ്. പഞ്ചാബ് സിംഹം എന്നറിയപ്പെടുന്ന പഞ്ചാബില് ഈ പറഞ്ഞ പോലെ അതിന്റെ എഡ്യൂക്കേഷണൽ ബോയ്ക്കോട്ട് വാസ് ഓൾസോ വെരി സക്സസ്ഫുൾ ഇൻ പഞ്ചാബ് ആൻഡ് ലാല ലജ്പത് റായ് പ്ലേഡ് ദ ലീഡിംഗ് റോൾ ഹിയർ. പഞ്ചാബ് സിംഹം എന്നറിയപ്പെടുന്ന ലാല ലജ്പത് റായ് ആണ് അവിടെ നേതൃത്വം കൊടുത്തിരുന്നത്. ഇനി നേരത്തെ പറഞ്ഞ പോലെ കോടതികൾ ബോയ്ക്കോട്ട് ചെയ്യണം എന്ന് പറഞ്ഞതിന്റെ ഭാഗമായിട്ട് ദ അതർ സക്സസ്ഫുൾ ബോയ്ക്കോട്ട് ഒബ്സർവ്ഡ് വാസ് ലോയേഴ്സ് സച്ച് എസ് C.R. ദാസ്, നമ്മൾ നേരത്തെ പറഞ്ഞ വ്യക്തി, മോട്ടിലാൽ നെഹ്റു, ജവഹർലാൽ നെഹ്റുവിന്റെ അച്ഛൻ, M.R. ജയ്ക്കർ ആൻഡ് സൈഫുദ്ദീൻ കിച്ലേവ് ആൻഡ് അതേഴ്സ് ബോയ്ക്കോട്ടിംഗ് ദ ലോ കോർട്സ്. ഇവരെല്ലാവരും തന്നെ എന്ത് ചെയ്യുന്നു, അവരുടെ കോടതിയിലെ പ്രവർത്തനങ്ങൾ എന്ത് ചെയ്തു, ഉപേക്ഷിച്ചു. ഈ സൈഫുദ്ദീൻ കിച്ലേവിനെ അറസ്റ്റ് ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് ജാലിയൻവാലാ ബാഗ് കൂട്ടക്കൊല നടക്കുന്നത് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഈ M.R. ജയ്ക്കർ എന്ന് പറയുന്ന വ്യക്തിയാണ് പിന്നീട് 1919-20 കാലഘട്ടങ്ങളിൽ എന്ത് ചെയ്യുന്നത്, തേജ് ബഹദൂർ സപ്രുവിൻ്റെയൊക്കെ കൂടെ തന്നെ ഇന്ത്യൻ ലിബറൽ പാർട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പാർട്ടി, കോൺഗ്രസിൽ നിന്നും വിട്ടുപോകുന്ന ഒരു കൂട്ടർ ഫോം ചെയ്യുന്ന ഒരു പാർട്ടിയുടെ അംഗമായിട്ട് ആര് മാറുന്നത്, M.R. ജയ്ക്കർ മാറുന്നത്. അത്യാവശ്യം പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇദ്ദേഹം എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. ഈ തേജ് ബഹദൂർ സപ്രു ആണ് പിന്നീട് സൈമൺ കമ്മീഷന്റെ വരവിനൊക്കെ ഒരുപാട് സഹായിക്കുന്നത്. അതൊക്കെ നമ്മൾ പോകെ പഠിക്കും. ഇനി ഇതാണ് അതിൻ്റെ കോഴ്സ് ഓഫ് മൂവ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇത്രയും പോയിന്റ്സ് നിങ്ങൾ ഇതിനോടൊക്കെ മനസ്സിലാക്കി കാണുമെന്ന് വിശ്വസിക്കുന്നു. മുന്നോട്ട് പോകുമ്പോൾ എങ്ങനെയാണ് നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് പല ഘട്ടങ്ങളിലായിട്ട് മുന്നോട്ട് പോയി നമുക്ക് നോക്കാം. ഫോർ ദ ഫസ്റ്റ് ടൈം, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്, ഫോർ ദ ഫസ്റ്റ് ടൈം an open extra constitutional program of mass mobilization was started by the Congress. കോൺഗ്രസിന്റെ ചരിത്രത്തിൽ കോൺഗ്രസിലെ ഇത്രയും കണ്ട് മെജോറിറ്റി ഓഫ് കോൺഗ്രസിലെ ആളുകളുടെ അംഗീകാരത്തോടു കൂടി എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രോഗ്രാമാണ്. നമുക്കറിയാം പണ്ട് 1905 ബംഗാൾ വിഭജനത്തിന്റെ ഭാഗമായിട്ട് നടത്തിയിട്ടുള്ള സ്വദേശി പ്രസ്ഥാനത്തിനകത്ത് എക്സ്ട്രീമിസ്റ്റ്, മോഡറേറ്റ് എന്ന് പറയുന്ന രണ്ട് വിഭാഗക്കാരുണ്ടായിരുന്നു, അല്ലെ? തീവ്ര കോൺഗ്രസുകളും അതുപോലെ തന്നെ മിതവാദികളും, തീവ്രവാദികളും മിതവാദികളും എന്ന് പറയുന്ന രണ്ട് പക്ഷം. അന്നും ഈ പറഞ്ഞ പോലെ എന്തായിരിക്കണം സമരത്തിന്റെ രീതി എന്നുള്ള രീതിയിലാണ് അവർ തമ്മിലുള്ള തർക്കം ഉണ്ടായിരുന്നത്. സിമിലർലി ഇവിടെ എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രോഗ്രാം ആണ്, അല്ലെ? മാസ്റ്ററുകളാണ്, ജനങ്ങളുടെ അടുത്ത് തെരുവിലിറങ്ങാൻ പറയുകയാണ്, ബ്രിട്ടീഷ് ഗവൺമെന്റായിട്ട് നിങ്ങൾ സഹകരിക്കരുതെന്നാണ് പറയുന്നത്. എന്താണ് അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടന, അന്ന് നിലവിലുണ്ടായിരുന്ന ഭരണഘടന, 1919 ആക്ട് ആണ് അന്നത്തെ ഇന്ത്യയെ ഭരിക്കുന്നതിന് വേണ്ടി നിലവിലുണ്ടായിരുന്ന ഒരു ആക്ട് എന്ന് പറയുന്നത്. അപ്പൊ ആ ആക്ട് അല്ലെങ്കിൽ ആ നിയമത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള എന്താണ് ബ്യൂറോക്രസി, അത് പ്രകാരമുള്ള എക്സിക്യൂട്ടീവ്, ലെജിസ്ലേച്ചർ, ജുഡീഷ്യറി, അങ്ങനെയുള്ള ഇൻസ്ട്രുമെന്റ്സിലേക്ക് കയറിക്കൊണ്ട് അതിനകത്ത് നിന്നുകൊണ്ട് ബ്രിട്ടീഷ് ഗവൺമെന്റിന് എതിരെ പ്രവർത്തിക്കുന്നതിനെയാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷണൽ സ്ട്രഗിൾസ് അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള ഭരണഘടനാപരമായിട്ടുള്ള സമരങ്ങൾ എന്ന് പറയുന്നത്. എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നിയമം എന്ന് പറയുന്ന സംഭവത്തിന് എഗെയിൻസ്റ്റ് ആയിട്ട് പുറത്തു നിന്നുകൊണ്ട് ജനങ്ങളെ സംഘടിപ്പിച്ച് ബ്രിട്ടീഷുകാർക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള സ്ട്രഗിൾ, അതാണ് എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ മെഷേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കോൺഗ്രസ് അത്തരത്തിലൊരു എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ മെഷേഴ്സിന് ഡയറക്റ്റ് എന്ത് ചെയ്യുന്നു, തീരുമാനമെടുക്കുന്നു. അതാണ് നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്. ഫേസ് 1 നോക്കാം. ഒന്നാമത്തെ ഘട്ടം ജനുവരി മുതൽ മാർച്ച് 1921 വരെ. നമുക്കറിയാം 1920 നാഗ്പൂർ സെഷനിലാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്, അല്ലെ? നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് എങ്ങനെ പോകണമെന്ന് തീരുമാനം എടുക്കുന്നത്. നാഗ്പൂർ സെഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ജനുവരി മുതൽ മാർച്ച് 1921 വരെയാണ് ഏറ്റവും ആദ്യത്തെ ഘട്ടം നടക്കുന്നത്. ഗാന്ധി പറഞ്ഞത് പ്രകാരം തന്നെ ഗവൺമെന്റ് സ്കൂളുകൾ, കോളേജുകൾ, ലോ കോർട്ട്, അതുപോലെ തന്നെ യൂസ് ഓഫ് ചർക്കയുടെ ഉപയോഗം എന്ത് ചെയ്യുന്നു, കൂട്ടിക്കൊണ്ടിരുന്നു. അപ്പൊ ഇതായിരുന്നു ഒന്നാമത്തെ ഘട്ടം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഇതിനെ വളരെ ഈ പറയുന്ന പോലെ ലാഘവത്തോടു കൂടെ കണ്ടാലും ഇത് എക്കോണമിനെ കാര്യമായിട്ട് ബാധിച്ചു എന്നുള്ളതാണ് സത്യം. ദ വാല്യൂ ഓഫ് ഇമ്പോർട്ട് ഓഫ് ബ്രിട്ടീഷ് മെർച്ചൻഡേസ് ഫെൽ ഫ്രം ₹102 crore in 1920-21 to 57 crore in 1921-22.
നേർപകുതിയായി ഇമ്പോർട്ടിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു പൈസ ബ്രിട്ടൻ അത്രയും സാമ്പത്തികമായിട്ട് ബ്രിട്ടൻ നഷ്ടമുണ്ടാക്കി നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതിനുശേഷം രണ്ടാമത്തെ ഘട്ടത്തിലേക്ക്, വിജയവാഡ സെഷനിൽ നടക്കുന്ന രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് നടന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, കോൺഗ്രസിന്റെ മെമ്പർഷിപ്പ് വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് കോൺഗ്രസിന്റെ മെമ്പർഷിപ്പ് ഫീ വളരെയധികം കുറയ്ക്കുകയും 1 കോടി അംഗങ്ങളെങ്കിലും പാർട്ടി മെമ്പേഴ്സ് ആക്കാൻ തീരുമാനിക്കുകയും ആ രീതിയിൽ കിട്ടുന്ന ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ എന്ത് ചെയ്യുന്നു, ചർക്കകൾ 20 ലക്ഷത്തോളം ചർക്കകൾ ഇൻസ്റ്റാൾ ചെയ്യാനും തിലക് സ്വരാജ് ഫണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റ് പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാനും തീരുമാനിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോൾ കോൺഗ്രസിന്റെ മെമ്പർഷിപ്പ് ഭയങ്കരമായിട്ട് കൂടി. കോൺഗ്രസ് ഈ നമ്മൾ ഇന്ന് പറയുന്ന ഖദർ എന്ന് പറയുന്ന കൺസെപ്റ്റ് ആ കാലഘട്ടത്തിലാണ് മെയിനായിട്ടും ഈ പറഞ്ഞ പോലെ ഉരുത്തിരിഞ്ഞു വരുന്നത്. കാരണം മെമ്പർഷിപ്പ് കൂടുമ്പോൾ ഇവർ കോൺഗ്രസ്സുകാരാണ് എന്നറിയുന്നത് എങ്ങനെയാണ്, ഈ പറയുന്ന ചർക്കകൾ വഴി നെയ്തെടുക്കുന്ന ഖദർധാരികളായ കാണുമ്പോൾ ഓക്കെ ഇവർ അന്നത്തെ കോൺഗ്രസ്സുകാരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതൊക്കെ ഈ ഒരു സമയത്താണ് ഈ ആശയങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത്, പൊന്തി വരുന്നത്. മൂന്നാം ഘട്ടം ജൂലൈ 1921 നമ്മൾ നേരത്തെ പറഞ്ഞ ഖിലാഫത്ത് പ്രസ്ഥാനവും നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് ഒരുമിച്ചാണ് കൊണ്ടുപോയെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അതിലെ അലി ബ്രദേഴ്സിലെ മുഹമ്മദ് അലി ഖിലാഫത്ത് കമ്മിറ്റി കോൺഫറൻസിന്റെ ഭാഗമായിട്ട് കറാച്ചിയിൽ വെച്ചിട്ട് പറയുകയാണ്, ബ്രിട്ടീഷ് ആർമിയിൽ ഇനി പ്രവർത്തിക്കുന്ന മുസ്ലിമുകൾ എന്താണ്, റിലീജിയസ്ലി അൺലോഫുൾ ഫോർ ദ മുസ്ലിംസ്. നിങ്ങൾക്ക് മതപരമായിട്ട് അത് തെറ്റാണ്, കാരണം അവർ നമ്മുടെ ഖലീഫയെ പുറത്താക്കിയവരാണ്. അപ്പോൾ മുസ്ലിമുകൾ നിങ്ങൾ ബ്രിട്ടീഷ് ആർമിയിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ മതത്തിന് അഗെയിൻസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കുകയാണ് എന്ന് പരസ്യമായിട്ട് ആര് പ്രഖ്യാപിക്കുന്നു, മുഹമ്മദ് അലി പ്രഖ്യാപിക്കുന്നു. ഓൾ ഇന്ത്യ ഖിലാഫത്ത് കോൺഫറൻസിന്റെ ഭാഗമായിട്ട് ജൂലൈ 1921. ഈ ഡേറ്റ് അടക്കം ചോദിച്ചിട്ടുണ്ട് ഇതിന് മുന്നേ കേട്ടോ. Gandhi repeated Muhammad Ali's exhortation, adding that every civilian and army member should sever links with the repressive British government. ഗാന്ധിയും മുഹമ്മദ് അലി പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും അംഗീകരിച്ചുകൊണ്ട് പറയുന്നു, ബ്രിട്ടീഷുകാരായിട്ട് നിങ്ങൾ ഇനി യാതൊരു വിധത്തിലുള്ള സഹകരണവും പാടില്ല, ബ്രിട്ടീഷ് ആർമിയിൽ നിന്നും അല്ലെങ്കിൽ ഗവൺമെന്റിൽ നിന്നും എല്ലാം നിങ്ങൾ ഇറങ്ങിപ്പോകണം. ഗാന്ധി അത്തരത്തിലുള്ള പ്രസ്താവനകൾ ഇറക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം ഒന്നാം ലോക മഹായുദ്ധത്തിലെ, ബോർ യുദ്ധത്തിലെ, രണ്ടാം ലോക മഹായുദ്ധത്തിലെല്ലാം തന്നെ ഗാന്ധി ബ്രിട്ടനെ സപ്പോർട്ട് ചെയ്യുന്ന നിലപാടുകളാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഇവിടെ ഗാന്ധി പറഞ്ഞത് തിരിച്ചാണ്. ആ പോയിന്റ് കൂടെ എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക. ഇനി ഇങ്ങനെ മുന്നോട്ട് പോയിരുന്ന ഒരു പ്രസ്ഥാനം അല്ലെങ്കിൽ ഒരു മൂവ്മെന്റ് സഡൻ ബ്രേക്ക് ഇട്ട പോലെ എന്ത് ചെയ്യാണ്, നിൽക്കുകയാണ്. എന്ത് കാരണം, ചൗരി ചൗര ഇൻസിഡന്റ് കാരണം. UP ഗോരഖ്പൂർ എന്ന് പറയുന്ന ജില്ലയിൽ ഫെബ്രുവരി 5, 1922 എന്ത് ചെയ്യുന്നു, നോൺ കോപ്പറേഷൻ മൂവ്മെന്റിന്റെ സമരധാരികൾ ഒരു പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുകയും സ്റ്റേഷനകത്തുണ്ടായിരുന്ന പോലീസുകാർ എന്ത് ചെയ്യുന്നു, മരണപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഗാന്ധി പറയുന്നു, നിസ്സഹകരണ പ്രസ്ഥാനം അടിയന്തരമായിട്ട് നിർത്തിവെക്കാനായിട്ട് ഞാൻ ആഹ്വാനം ചെയ്യുന്നു. കാരണം ഈ ഇന്ത്യൻ ജനത നോൺ വയലൻസ് അഥവാ അഹിംസ എന്ന് പറയുന്ന ആ വലിയ ആശയത്തോട് യോജിച്ച് അതിൻ്റെ ആശയം മനസ്സിലാക്കിക്കൊണ്ട് ഒരു സമരമാർഗമായിട്ട് മുന്നോട്ട് പോകാൻ പ്രാപ്തരല്ല, പക്വതയായിരുന്നവരല്ല, അല്ലെങ്കിൽ പക്വതയില്ലാത്തവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഗാന്ധി എന്ത് ചെയ്യുന്നു, ഈ സമരത്തെ അവിടെ അവസാനിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. Thus, the non-cooperation movement came to an end on February 12, 1922. 1922 ഫെബ്രുവരി മാസം 12 എന്ത് ചെയ്യുന്നു, ഈ സമരം അവസാനിപ്പിക്കുന്നു. ഗാന്ധിജിയെ മാർച്ച് 1922 അറസ്റ്റ് ചെയ്യുകയും ഗാന്ധിജിയെ വിചാരണ ചെയ്യുകയും 6 കൊല്ലത്തേക്ക് ജയിലിൽ അടയ്ക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. ആ ജഡ്ജിന്റെ പേരാണ് ജസ്റ്റിസ് CN ബ്രൂംഫീൽഡ്. നേരത്തെ ചോദ്യമായിട്ട് നിങ്ങൾ കണ്ടതാണ് അല്ലെ. ഈ ജസ്റ്റിസ് CN ബ്രൂംഫീൽഡ് ആണ് ആ പ്രസ്താവനയിൽ, ഗാന്ധി സിനിമ കണ്ടിട്ടുള്ള ആളുകൾക്ക് അറിയാം, അതുകൊണ്ടാണ് അദ്ദേഹത്തിന് പേരെടുത്ത് ചോദിക്കാൻ കാരണം. ഈ 6 വർഷത്തെ തടവ് പ്രഖ്യാപിച്ചതിന് ശേഷം പറയുന്നുണ്ട്, ഈ ശിക്ഷ സർക്കാരിന് വേണമെങ്കിൽ പിന്നീട് ഇളവ് ചെയ്യാം, അങ്ങനെ ഇളവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും സന്തോഷിക്കാൻ ഞാനായിരിക്കും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് ആര്, ജസ്റ്റിസ് CN ബ്രൂംഫീൽഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അടുത്തത് എന്ത്, നിസ്സഹകരണ പ്രസ്ഥാനം അങ്ങനെ സഡൻ ബ്രേക്ക് ഇട്ട പോലെ ഗാന്ധി അവസാനിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഇനി എങ്ങനെ മുന്നോട്ട് പോവും എന്നായി. ഗാന്ധി ജയിലിൽ പോയി. നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ ജനങ്ങൾ എല്ലാവരും ആവേശഭരിതരായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഗാന്ധി പറയുന്നത് സമരം അവസാനിപ്പിക്കാൻ പറയുന്നത്. ഇനി എന്ത് ചെയ്യും, അടുത്ത സ്റ്റെപ്പ് എന്ത് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഹിന്ദു മുസ്ലിം യൂണിറ്റി നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ഈ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് നോൺ കോപ്പറേഷൻ മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് നടന്നിട്ടുള്ള ഹിന്ദു മുസ്ലിം യൂണിറ്റിയിലുള്ള പ്രശ്നങ്ങൾ അവിടെ കണ്ടു തുടങ്ങി. അങ്ങിങ്ങായിട്ട് പല സ്ഥലങ്ങളിലായിട്ട് ചില കലാപങ്ങൾ, നമുക്കറിയാവുന്ന പോലെ ഇവിടെ മലബാറിൽ കലാപങ്ങൾ നടക്കുന്നു. പല സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള കലാപങ്ങൾ, വർഗീയ കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്ന സാഹചര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ചിത്തരഞ്ജൻ ദാസ്, മോട്ടിലാൽ നെഹ്റു ഇവർ രണ്ടുപേരും എന്ത് ചെയ്യണം, പ്രപ്പോസ് ചെയ്യാണ് ടു റിട്ടേൺ ടു ആക്റ്റീവ് പൊളിറ്റിക്സ് വിച്ച് ഇൻക്ലൂഡഡ് എൻട്രി ഇൻ ടു ഇലക്ട്രൽ പൊളിറ്റിക്സ്. ദിസ് ഗ്രൂപ്പ് കെയിം ടു ബി കോൾഡ് സ്വരാജിസ്റ്റ് ആൻഡ് പ്രോ ചേഞ്ചേഴ്സ്. ഗാന്ധി നിർദ്ദേശിച്ച ബോയ്ക്കോട്ടിങ്ങിന് ബദലായിക്കൊണ്ട്, കാരണം ഇപ്പോൾ അദ്ദേഹം ഗാന്ധി അകത്താണ്, നിസ്സഹകരണ പ്രസ്ഥാനം എന്ത് ചെയ്യണം, സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇനി എന്താണ് വഴി, കോൺസ്റ്റിറ്റ്യൂഷണൽ റിഫോംസ് എങ്കിലും വേണം, ചുരുങ്ങിയത് അല്ലേ.
അല്ലാത്ത രീതിയിലുള്ള സമരം നടത്തണ്ടെന്ന് ഗാന്ധി പറഞ്ഞു. അപ്പോൾ പിന്നെ എങ്ങനെയാണ് നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിലേക്ക് ഭരണം കൊണ്ടുവരാനായിട്ട് പറ്റുന്നത്? ഇലക്ട്രൽ പൊളിറ്റിക്സിലൂടെ 1919 മൊണ്ടേഗു ചെംസ്ഫോർഡ് റിഫോംസ് പ്രകാരം വന്നിട്ടുള്ള ഭരണ സംവിധാനങ്ങളിലേക്ക് എക്സിക്യൂട്ടീവ്, ലെജിസ്ലേച്ചർ, ജുഡീഷ്യറി 3 അവയവങ്ങളിലേക്കും കയറിക്കൂടി അവിടെ ഇരുന്നു കൊണ്ട് റിഫോംസുകൾ, പരിഷ്കാരങ്ങൾ വരുത്താനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ അതിന് എന്ത് ചെയ്യണം? കൗൺസിൽ എൻട്രി പ്രോഗ്രാം വേണം എന്ന് വാദിച്ചിരുന്ന ആളുകളാണ് ആര്? സ്വരാജിസ്റ്റുകളും പ്രോ ചേഞ്ചേഴ്സും. എന്നാൽ മറ്റൊരു വിഭാഗം ആളുകൾ, ഗാന്ധിയന്മാരായിട്ടുള്ള രാജഗോപാലാചാരി, വല്ലഭായ് പട്ടേൽ, രാജേന്ദ്ര പ്രസാദ്, ഇവരെല്ലാവരും തന്നെ ഈ പറഞ്ഞ പോലെ ഗാന്ധി പറഞ്ഞ പോലെ ബോയ്ക്കോട്ട് ചെയ്യാൻ പറഞ്ഞാൽ ബോയ്ക്കോട്ട് ചെയ്യുക, പിന്നെ കൗൺസിൽ എൻട്രിയും കാര്യങ്ങളൊന്നും ഇല്ല എന്ന് പറയുന്ന ഒരു തീരുമാനത്തിലാണ് ഉണ്ടായിരുന്നത്. ആ സമയത്ത് ഗാന്ധിയൻ നിലപാടുകൾ അല്ലെങ്കിൽ അതിനായിരുന്നു ഭൂരിപക്ഷം. അതുകൊണ്ട് തന്നെ CR ദാസ്, ചിത്രരഞ്ജൻ ദാസിന് ഗയാ സമ്മേളനത്തിൽ 1922 ഗയാ സമ്മേളനത്തിന്റെ അധ്യക്ഷത വഹിച്ചിരുന്ന CR ദാസിന് എന്ത് ചെയ്യേണ്ടി വരുന്നു? റിസൈൻ ചെയ്യേണ്ടി വരുന്നു. അദ്ദേഹം പുതിയ പാർട്ടി രൂപീകരിക്കുന്നു. അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് പോകുന്നു. ഇപ്പം ഈ പുതിയ പാർട്ടി രൂപീകരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും 1907 സൂററ്റ് സമ്മേളനത്തിൽ വെച്ച് നടന്നിട്ടുള്ള സൂററ്റ് സ്പ്ലിറ്റ് കോൺഗ്രസ്സുകാരുടെ മനസ്സിലേക്ക് വരുന്നു. അപ്പോൾ അത്തരത്തിലൊരു വിഭാഗീയത ഇല്ലാതാക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്യുന്നു? സ്വരാജിസ്റ്റ് എന്ന് പറയുന്ന പാർട്ടി 1923 ഫോം ചെയ്തപ്പോഴും, 1922 നിങ്ങൾക്ക് അറിയാം, 1923 ഫോം ചെയ്യുക എന്ന് പറയുമ്പോൾ 1922 ഡിസംബർ മാസത്തിലാണ് ഗയാ സമ്മേളനം നടക്കുന്നത്. നിങ്ങൾക്കറിയാം, കോൺഗ്രസിന്റെ വാർഷിക സമ്മേളനങ്ങളെല്ലാം തന്നെ ഡിസംബർ മാസത്തിലായിരിക്കും നടക്കുന്നുണ്ടാവുക. അപ്പോൾ അതിനകത്തുനിന്ന് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നപ്പോഴാണ് പുള്ളിക്കാരൻ എന്ത് ചെയ്യേണ്ടി വന്നത്? റിസൈൻ ചെയ്യേണ്ടി വന്നത്. റിസൈൻ ചെയ്ത് പുള്ളി സ്വന്തമായിട്ട് പാർട്ടി തുടങ്ങിയപ്പോൾ 1923 ജനുവരിയിലാണ് പുള്ളി എന്ത് ചെയ്യുന്നത്? സ്വന്തമായിട്ട് പാർട്ടി തുടങ്ങുന്നത്. ആ പാർട്ടി പക്ഷെ കോൺഗ്രസിന്റെ പിൻബലത്തോടു കൂടി മാത്രമേ മത്സരിക്കുകയുള്ളൂ, തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുകയുള്ളൂ എന്ന് അന്ന് തീരുമാനമെടുത്തിരുന്നു. മറ്റൊരു സ്പ്ലിറ്റിലേക്ക് പോകാൻ അവർക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. അവിടെയാണ് ഗാന്ധി നെഹ്റു ദാസ് പാക്ട് എന്ന് പറയുന്ന ഒരു സംഭവം നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്. ടു എൻഡ് ദ ഫൈറ്റിംഗ് വിത്തിൻ ദ കോൺഗ്രസ്, എ പാക്ട് വാസ് സൈൻഡ് ബിറ്റ്വീൻ ഗാന്ധിജി ഓൺ വൺ ഹാൻഡ്, മോട്ടിലാൽ നെഹ്റു ആൻഡ് CR ദാസ് ഓൺ ദി അതർ, whereby Congress accepted that Swarajists were in the councils on the Congress behalf. കോൺഗ്രസിന്റെ ബിഹാഫിൽ അവർക്ക് എന്ത് ചെയ്യാം? അധികാരത്തിലേക്ക് കയറാം, ഇലക്ഷന് പങ്കെടുക്കാം എന്ന് തീരുമാനിക്കുന്നു എന്നുള്ള കാര്യം കൂടെ എന്ത് ചെയ്യുക? ഓർത്തിരിക്കുക. ഓക്കെ, അതിന്റെ ഭാഗമായിട്ട് 1923 നവംബർ മാസം നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ സ്വരാജിസ്റ്റ് പാർട്ടി മത്സരിക്കുകയും സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്കും അതുപോലെ തന്നെ പ്രൊവിൻഷ്യൽ അസംബ്ലിയിലേക്കും അവർ തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്യുന്നു. അസംബ്ലി ഈ രീതിയിൽ ജനുവരി 21, 1924 എന്ത് ചെയ്യുന്നു? അന്നത്തെ വൈസ്രോയ് ആയിട്ടുള്ള റീഡിംഗ് എന്ത് ചെയ്യുന്നു? അസംബ്ലിക്ക് ഓപ്പണിംഗ് കൊടുക്കുന്നു. 1925 നമ്മൾ നേരത്തെ പറഞ്ഞ സ്വരാജിസ്റ്റ് പാർട്ടിയുടെ മറ്റൊരു മെമ്പറായിട്ടുള്ള വിതൽഭായ് പട്ടേൽ സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ ഏറ്റവും ആദ്യത്തെ ഇന്ത്യൻ പ്രസിഡന്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു? അപ്പോയിന്റ് ചെയ്യപ്പെടുന്നു എന്നുള്ള കാര്യം കൂടെ സ്വരാജിസ്റ്റുകളുടെ ഒരു നേട്ടമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു ഭാഗമാണ്. ഇത്രയും ഭാഗങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ഒരു ഭാഗത്തു നിന്ന് ഓർത്തിരിക്കുക. അപ്പോൾ സ്വരാജിസ്റ്റ് പാർട്ടി ഫോം ചെയ്തത് 1923 ഗാന്ധി നെഹ്റു ദാസ് പാക്ട് സൈൻ ചെയ്ത കാര്യം ഓർത്തിരിക്കുക. ആരൊക്കെയാണ് സ്വരാജിസ്റ്റുകളെന്നും ആരൊക്കെയാണ് നോ ചേഞ്ചേഴ്സ് എന്നുള്ള കാര്യം കൂടെ എന്ത് ചെയ്യുക? ഒന്ന് ഓർത്തിരിക്കുക. 1925 വിതൽഭായ് പട്ടേൽ എന്ത് ചെയ്യുന്നു? സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് ഏറ്റവും ആദ്യത്തെ ഇന്ത്യക്കാരൻ, അധ്യക്ഷനായിട്ട് വരുന്ന ഏറ്റവും ആദ്യത്തെ ഇന്ത്യക്കാരനായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക? ഇവിടെ ഒന്ന് സൈഡ് നോട്ടായിട്ട് ഓർത്തിരിക്കുക. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ സ്വരാജിസ്റ്റുകളുടെ മെയിൻ അജണ്ട എന്ന് പറയുന്നത് എന്താണ്? കൗൺസിൽ എൻട്രി ആണ്. അപ്പോൾ ഇവർ കൗൺസിൽ എൻട്രി നടത്തിയിട്ട് ഭരണപരിഷ്കാരം നടത്താനായിട്ട് തീരുമാനിക്കുന്നു. കൗൺസിൽ എൻട്രിയിലൂടെ എന്തുകൊണ്ടുവരാൻ തീരുമാനിക്കുന്നു? കോൺസ്റ്റിറ്റ്യൂഷണൽ റിഫോംസ്, ഭരണഘടനാപരമായിട്ടുള്ള റിഫോംസ് കൊണ്ടുവരാനായിട്ട് തീരുമാനിക്കുന്നു. അപ്പോൾ നിലവിലുള്ള കാര്യങ്ങൾക്ക് ഒരു പോരായ്മ ഉള്ളത് കൊണ്ടാണല്ലോ ഭരണഘടനാപരമായിട്ടുള്ള പരിഷ്കാരങ്ങൾ കൊണ്ടുവരാനായിട്ട് തീരുമാനിക്കുന്നത്. അതെ. അപ്പോൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919 റിവൈസ് ചെയ്യുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അതിനെപ്പറ്റി പഠിക്കുന്നതിന് വേണ്ടി, റിഫോം ചെയ്യുന്നതിന് വേണ്ടി എന്ത് ചെയ്യുന്നു? ഒരു കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യുന്നു. അതാണ് എന്ത് കമ്മീഷൻ? സൈമൺ കമ്മീഷൻ. ഇതിന്റെ പുറകിൽ ബ്രിട്ടനിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളും കൂടെ പരിഗണിക്കേണ്ടിയിരിക്കുന്നു. നിങ്ങളത് അത്രയും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട കാര്യമില്ല, ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. സൈമൺ കമ്മീഷൻ വരുന്ന സമയത്ത് അവിടെ കൺസർവേറ്റീവ് പാർട്ടിയാണ് അധികാരത്തിലുണ്ടായിരുന്നത്, പിന്നീട് ലേബർ പാർട്ടി അധികാരത്തിൽ വരുന്നു. അപ്പോൾ ബ്രിട്ടനിലും ഒരു തെരഞ്ഞെടുപ്പ് നേരിടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇന്ത്യക്ക് ഡൊമീനിയൻ സ്റ്റാറ്റസ് കൊടുക്കണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിനകത്തും ബ്രിട്ടനകത്ത് തർക്കം നടക്കുന്ന ഒരു സമയമാണിത്. അപ്പോൾ സ്വരാജിസ്റ്റ് പാർട്ടികൾ അധികാരത്തിൽ വന്നതിന്റെ പുറത്ത് കോൺഗ്രസിന്റെ പിൻബലത്തിൽ സ്വരാജിസ്റ്റുകളായിട്ടുള്ള ഈ പറഞ്ഞ വിതൽഭായ് പട്ടേൽ, തേജ് ബഹദൂർ സപ്രു ഇവരൊക്കെ അധികാരത്തിലേക്ക് വന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഉണ്ടായിട്ടുള്ള ഒരു നേട്ടം എന്ന് പറയുന്നത് സൈമൺ കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യാനായിട്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ് തീരുമാനിക്കുന്നു. സൈമൺ കമ്മീഷൻ എന്തിനാണ് അപ്പോയിന്റ് ചെയ്യുന്നത്? നിലവിലുള്ള 1919 നിയമത്തിന്റെ പോരായ്മകൾ പഠിച്ച് മനസ്സിലാക്കി റിവൈസ് ചെയ്ത് ഇന്ത്യയിലേക്ക് ഭരണഘടനാപരമായിട്ടുള്ള പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നതിന് വേണ്ടി അപ്പോയിന്റ് ചെയ്യപ്പെട്ടതാണ് എന്ത്? സൈമൺ കമ്മീഷൻ. സൈമൺ കമ്മീഷനെ പറ്റി പഠിക്കാം. സൈമൺ കമ്മീഷൻ അറിയപ്പെട്ടിരുന്നത് ഇന്ത്യൻ സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷൻ എന്നൊരു പേരിലും കൂടെയാണ്. അതിനകത്ത് 7 അംഗങ്ങൾ ഉണ്ടായിരുന്നു.
ആ 7 അംഗങ്ങൾ ജോൺ സൈമൺ എന്ന് പറയുന്ന പുള്ളിക്കാരന്റെ നേതൃത്വത്തിലാണ് വന്നിരുന്നത്. സൈമൺ കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യുന്ന സമയത്തെ ഇന്ത്യയുടെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആയിട്ടിരുന്ന വ്യക്തിയുടെ പേരാണ് ലോർഡ് ബ്രിക്കൻഹെഡ്. ഈ പേര് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലോർഡ് ബ്രിക്കൻഹെഡ് ആണ് ആക്ച്വലി അന്ന് ഇന്ത്യക്ക് സ്വന്തമായിട്ട് ഇന്ത്യയിലുള്ള ഈ പറയുന്ന ലീഗ്, ഹിന്ദു മഹാസഭ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ജസ്റ്റിസ് പാർട്ടി, യൂണിയനിസ്റ്റ് പാർട്ടി എന്നിങ്ങനെ ഈ പറഞ്ഞ ഒരുപാട് വൈവിധ്യങ്ങളുള്ള, ഒരുപാട് ആശയങ്ങളുള്ള, ഒരുപാട് അങ്ങനെ തമ്മിൽ പോരടിക്കുന്ന ഒരുപാട് വിഭാഗക്കാരുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇവരെ എല്ലാവരുടെയും അഭിപ്രായത്തെ ഏകോപിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്കൊരു ഭരണഘടന ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് വെല്ലുവിളിച്ച വ്യക്തി കൂടെയാണ് ആര്? ലോർഡ് ബ്രിക്കൻഹെഡ്. ഇതാണ് പിന്നീട് നെഹ്റു റിപ്പോർട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു റിപ്പോർട്ടിന്റെ സമർപ്പിക്കുന്ന ഒരു രീതിയിലേക്ക് എത്തിപ്പെടാൻ തന്നെ കാരണം ആരാണ്? ലോർഡ് ബ്രിക്കൻഹെഡ് ആണെന്നുള്ള കാര്യം കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. ജോൺ സൈമൺ ഈ 7 അംഗങ്ങളുടെ ഹെഡായിട്ടിരുന്നു. അതിനെ വിളിച്ചിരുന്ന മറ്റൊരു പേരാണ് ഇന്ത്യൻ സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷൻ. ഈ 7 അംഗങ്ങളിൽ പിൽക്കാലത്ത് UK പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ക്ലെമന്റ് അറ്റ്ലി കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരു ചോദ്യമായിട്ട് നിങ്ങൾ നേരത്തെ കണ്ടതാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, അതും കൂടെ ഒന്ന് പഠിച്ചു വെക്കുക. ഇനി ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള വ്യക്തികളാണ് ഡോക്ടർ BR അംബേദ്കർ, പെരിയാർ, EV രാമസ്വാമി. ഇവർ രണ്ടുപേരും എന്ത് ചെയ്യാണ്? സൈമൺ കമ്മീഷനെ സപ്പോർട്ട് ചെയ്യുകയും വെൽക്കം ചെയ്യുകയും ചെയ്തിട്ടുള്ള ആളുകളാണ്. അവർക്ക് അവരുടേതായിട്ടുള്ള കാരണങ്ങളും ഉണ്ട് എന്നുള്ള കാര്യം കൂടെ എന്ത് ചെയ്യുക, ഓർത്തെടുക്കുക. ഇനി സൈമൺ കമ്മീഷനെ വിളിച്ചിരുന്ന മറ്റൊരു പേരാണ് ഓൾ വൈറ്റ് കമ്മീഷൻ. കാരണം എല്ലാം വെള്ളക്കാരായിരുന്നു. എല്ലാവരും വെള്ളക്കാരായിരുന്നത് കൊണ്ട് തന്നെ ഇന്ത്യയിൽ ഹിന്ദു മഹാസഭയോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസോ അതുപോലെ തന്നെ മുസ്ലിം ലീഗോ എന്ത് ചെയ്തിരുന്നില്ല, സൈമൺ കമ്മീഷനെ വെൽക്കം ചെയ്തിരുന്നില്ല എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. സൈമൺ കമ്മീഷന് അഗെയിൻസ്റ്റ് ആയിട്ട് പ്രക്ഷോഭം നടത്തി അതിനകത്ത് ലാത്തി ചാർജിൽ പരിക്കേൽക്കുകയും പിന്നീട് ഹോസ്പിറ്റലൈസ്ഡ് ആവുകയും അവിടെ കിടന്ന് മരിക്കുകയും ചെയ്ത വ്യക്തിയാണ് ആര്? ലാലാ ലജ്പത് റായ്. നവംബർ 17, 1928 അദ്ദേഹം മരണമടയുന്നത്. സൈമൺ കമ്മീഷൻ ഇന്ത്യയിലെമ്പാടും 1927 അവിടെ രൂപീകരിച്ചു. അതിനുശേഷം 1928 ഇന്ത്യയിൽ വരുന്നു. 28 മുതൽ 30 വരെ ഇന്ത്യയിലെമ്പാടും പല പ്രവിശ്യകളിലും പല പ്രിൻസ്ലി സ്റ്റേറ്റ്സിലും എല്ലാം സഞ്ചരിച്ചുകൊണ്ട് ജൂൺ 1930 2 വോളിയം റിപ്പോർട്ട് സൈമൺ കമ്മീഷൻ എന്ത് ചെയ്യുന്നുണ്ട്, മുൻപാകെ വെക്കുന്നുണ്ട്. സൈമൺ കമ്മീഷൻ സമർപ്പിച്ചിട്ടുള്ള ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് പിന്നീട് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നിലവിൽ വരുന്നത്. ഓക്കെ, സൈമൺ കമ്മീഷനെ പറ്റി മനസ്സിലായി. അപ്പോൾ സൈമൺ കമ്മീഷൻ വന്നു. സ്വാഭാവികമായിട്ടും ഓൾ വൈറ്റ് കമ്മീഷൻ, എല്ലാവരും വെള്ളക്കാരായതുകൊണ്ട് തന്നെ കോൺഗ്രസ് സമ്മേളനം വരുന്നു. മദ്രാസ് സമ്മേളനം 1927 ഡിസംബർ മാസം, വാർഷിക സമ്മേളനമാണല്ലോ. In response, the Indian National Congress during its Madras session in December 1927 made 2 key decisions. എന്തൊക്കെയാണത്? ഒന്ന്, സൈമൺ കമ്മീഷനെ ബോയ്ക്കോട്ട് ചെയ്യുക, സൈമൺ ഗോ ബാക്ക് മുദ്രാവാക്യം. സെക്കൻഡ്, രണ്ടാമത്തെ തീരുമാനം എന്താണ്? ഒരു ഓൾ പാർട്ടി കോൺഫറൻസ് സംഘടിപ്പിക്കുക ആൻഡ് അപ്പോയിന്റ് എ സബ് കമ്മിറ്റി ടു ഡ്രാഫ്റ്റ് എ കോൺസ്റ്റിറ്റ്യൂഷൻ ഫോർ ഇന്ത്യ. ഞാൻ നേരത്തെ പറഞ്ഞ ലോർഡ് ബ്രിക്കൻഹെഡിന്റെ വെല്ലുവിളിയെ തീരുമാനിച്ചുകൊണ്ട് ആദ്യം ഒരു ഓൾ പാർട്ടി കോൺഫറൻസ്, ഹിന്ദു മഹാസഭയും ലീഗും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അങ്ങനെയുള്ള എല്ലാ പാർട്ടികളെയും സംഘടിപ്പിച്ചുകൊണ്ടൊരു മീറ്റിംഗ്. അതിനകത്തുനിന്ന് എന്ത് ചെയ്യുക, ഒരു കമ്മിറ്റി തിരഞ്ഞെടുക്കുക. ആ കമ്മിറ്റി എന്ത് ചെയ്യുക, ഇന്ത്യക്ക് വേണ്ടി ഒരു ഭരണഘടനയെ ഡ്രാഫ്റ്റ് ചെയ്യുക. ഇന്ത്യക്കാരെ കൊണ്ടത് പറ്റില്ല എന്നാണല്ലോ ആര് പറഞ്ഞത്? ബ്രിക്കൻഹെഡ് പറഞ്ഞത്. ആ വെല്ലുവിളി സ്വീകരിക്കുന്നു. ആര്? മദ്രാസ് സമ്മേളനം ഡിസംബറിൽ നടക്കുമ്പോൾ 1927. ഓക്കെ, അതിന്റെ ഭാഗമായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്നും ലീഗിൽ നിന്നും ഹിന്ദു മഹാസഭയുടെ റെപ്രസെന്റേറ്റീവ്സിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഓൾ പാർട്ടി കോൺഫറൻസ് സംഘടിപ്പിക്കുന്നു. അത് പ്രിസൈഡ് ചെയ്ത വ്യക്തിയാണ് ആര്? ഡോക്ടർ MA അൻസാരി. ഓർത്തിരിക്കുക, ഈ പേര് ഓർത്തിരിക്കുക. ഡോക്ടർ MA അൻസാരിയാണ് ഓൾ പാർട്ടി കോൺഫറൻസ് എന്ത് ചെയ്തത്, പ്രിസൈഡ് ചെയ്തത്. ഓൾ പാർട്ടി കോൺഫറൻസ് പക്ഷെ എന്ത് സ്വീകരിച്ചില്ല, ആ സമയത്ത് മുസ്ലിം ലീഗിന്റെ ഭാഗത്ത് നിന്നും വന്നിട്ടുള്ള ഒരു 3ഓളം അമെൻമെന്റുകൾ, ഒരു ഭേദഗതികൾ, സജഷൻസ് മുഹമ്മദ് അലി ജിന്ന എന്ത് ചെയ്യുന്നുണ്ട്, മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. മുസ്ലിം കമ്മ്യൂണിറ്റിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ഞങ്ങളുടെ കൺസേൺസ് കൂടെ പരിഗണിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ജിന്ന 3 എന്ത് ചെയ്യുന്നു, അമെൻമെന്റുകൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യുന്നില്ല, ഈ പറയുന്ന കമ്മിറ്റി അത് പരിഗണിക്കുന്നില്ല എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. ഏത് കമ്മിറ്റി? ആ കമ്മിറ്റിയാണ് നെഹ്റു കമ്മിറ്റി. നെഹ്റു കമ്മിറ്റിയുടെ റിപ്പോർട്ട് 1928 വരുന്നത്. നെഹ്റു കമ്മിറ്റി അപ്പോയിന്റ് ചെയ്തത് നമ്മൾ നേരത്തെ പറഞ്ഞ ഓൾ പാർട്ടി കോൺഫറൻസിന്റെ ഭാഗമായിട്ടാണ്. ഓൾ പാർട്ടി കോൺഫറൻസ് ഫോം ചെയ്യുന്നത് മദ്രാസ് സമ്മേളനത്തിലാണ്. അങ്ങനെ ഒരു സെഷൻ ഫോം ചെയ്യാൻ കാരണം സൈമൺ കമ്മീഷൻ എല്ലാ വെള്ളക്കാരുടെ കമ്മീഷൻ ആയതുകൊണ്ടും നെഹ്റു കമ്മിറ്റി എന്ന് പറഞ്ഞൊരു കമ്മിറ്റീനെ അപ്പോയിന്റ് ചെയ്യാനും അതിന് ഓൾ പാർട്ടി കോൺഫറൻസും വെക്കാൻ കാരണം ബ്രിക്കൻഹെഡിന്റെ വെല്ലുവിളിയാണെന്നുള്ള കാര്യം കൂടെ ഇവിടെ ഓർത്തിരിക്കുക. അപ്പോൾ കണക്ട് ചെയ്ത് പഠിക്കുക. അപ്പോൾ പെട്ടെന്ന് എല്ലാം ഓർമ്മയിലേക്ക് വരും. ഓക്കെ, നെഹ്റു റിപ്പോർട്ട് 1928 എന്ത് ചെയ്യുന്നു, വാസ് എ മെമ്മറാണ്ടം ബൈ ഓൾ പാർട്ടി കോൺഫറൻസ് ഇൻ ബ്രിട്ടീഷ് ഇന്ത്യ ടു അപ്പീൽ ഫോർ എ ന്യൂ ഡൊമീനിയൻ സ്റ്റാറ്റസ് ആൻഡ് എ ഫെഡറൽ സെറ്റപ്പ് ഓഫ് ഗവൺമെന്റ് ഫോർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. പക്ഷേ ഇത് ജിന്ന റിജക്ട് ചെയ്യുന്നു. കാരണം ജിന്ന മുന്നോട്ട് വെച്ചിട്ടുള്ള ആശയങ്ങൾ അവിടെ കംപ്ലീറ്റ് ആയിട്ട് സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല. ഹിന്ദു മഹാസഭ റിജക്ട് ചെയ്യുന്നു. ഈവൻ യങ്ങർ സെക്ഷൻ ഓഫ് കോൺഗ്രസ്, സുഭാഷ് ചന്ദ്രബോസും ജവഹർലാൽ നെഹ്റുവും ഓൾ പാർട്ടി കോൺഫറൻസിനകത്ത് ഉണ്ടായിരുന്ന, പിന്നീട് ഈ നെഹ്റു സബ് കമ്മിറ്റിക്കകത്ത് ഉണ്ടായിരുന്ന ആളുകൾ എന്ത് ചെയ്യുന്നു, റിജക്ട് ചെയ്യാണ് ചെയ്യുന്നത്.
കാരണം ഇവർ റിജക്ട് ചെയ്യാൻ കാരണം, നെഹ്റുവും സുഭാഷ് ചന്ദ്രബോസും റിജക്ട് ചെയ്യാൻ കാരണം മറ്റൊന്നുമല്ല, നിങ്ങൾ ഇപ്പോഴും ഡൊമീനിയൻ സ്റ്റാറ്റസ് ആണോ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. നിങ്ങൾ എന്തുകൊണ്ട് അതിനേക്കാൾ ബിഗ്ഗർ പിക്ചറിലേക്ക് പോകുന്നില്ല? ഈ ഡൊമീനിയൻ സ്റ്റാറ്റസ്, പുത്രികാ സ്ഥാനം എന്ന് പറയുന്ന ഒരു സ്ഥാനത്തിന് വേണ്ടി ഇങ്ങനെ ഇവന്മാരുടെ അടുത്ത് കെഞ്ചി നടക്കേണ്ട കാര്യമുണ്ടോ? നമുക്ക് വേണ്ടത് കംപ്ലീറ്റ് ഫ്രീഡം അല്ലേ? ഞാൻ ക്ലാസിന്റെ ക്യാപ്ഷനായിട്ട് വെച്ചത് അല്ലേ, എ കോൾ ഫോർ കംപ്ലീറ്റ് ഫ്രീഡം, പൂർണ്ണ സ്വരാജ്, അതല്ലേ നമ്മുടെ ലക്ഷ്യമാവേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് സുഭാഷ് ചന്ദ്രബോസും ജവഹർലാൽ നെഹ്റുവും കോൺഗ്രസിനകത്തുള്ള യങ്ങർ സെക്ഷൻ തന്നെ നെഹ്റു റിപ്പോർട്ടിനെ പുച്ഛിച്ചു. മുഹമ്മദ് അലി ജിന്ന അയാൾ പറഞ്ഞിട്ടുള്ള ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ അയാൾ അങ്ങേരുടെ നിർദ്ദേശങ്ങൾ മുന്നോട്ട് സ്വീകരിക്കാത്തതിന്റെ പുറത്ത് ജിന്നയും എന്ത് ചെയ്യുന്നു, എതിർക്കുന്നു. ഹിന്ദു മഹാസഭയും എന്ത് ചെയ്യുന്നു, എതിർക്കുന്നു. ചുരുക്കി പറഞ്ഞ നെഹ്റു റിപ്പോർട്ട് നമ്മുടെ ബ്രിക്കൻ ഹെഡ് പറഞ്ഞ പോലെ തന്നെ ഇന്ത്യയിലുള്ള എല്ലാ കക്ഷികളെയും ചേർത്തുകൊണ്ട് ഒരു റിപ്പോർട്ട് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് പറ്റുമെന്ന് ബ്രിക്കൻ ഹെഡ് വെല്ലുവിളിച്ചതുപോലെ തന്നെ നെഹ്റു റിപ്പോർട്ടിനകത്ത് മുഴുവൻ എന്താണ് വരുന്നത്? ഒബ്ജെക്ഷൻസ് ആണ് വരുന്നത്. ഓക്കെ, ഇനി ഇൻഡിപെൻഡൻസ് ഫോർ ഇന്ത്യ ലീഗ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പാർട്ടി രൂപീകരിക്കുന്ന അവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. എസ് ശ്രീനിവാസ അയ്യങ്കാർ ആണ് അതിന്റെ അധ്യക്ഷനായിട്ട് വരുന്നത്. ജവഹർലാൽ നെഹ്റു ആണ് അതിന്റെ ഒരു സെക്രട്ടറി, മറ്റൊരു സെക്രട്ടറി വരുന്നത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. 3 മാസങ്ങൾക്ക് ശേഷം മുസ്ലിം ലീഗ് ഈ നമ്മുടെ നെഹ്റു റിപ്പോർട്ട് വെച്ചതിന് ശേഷം എന്ത് ചെയ്യുന്നു, അതിനെ ഒഫീഷ്യലായിട്ട് മുസ്ലിം ലീഗ് എന്ത് ചെയ്യുന്നു, റിജക്ട് ചെയ്യുന്നു. ആൻഡ് കെയിം അപ്പ് വിത്ത് ജിന്നാസ് ഫേമസ് 14 പോയിന്റ്. ഇനി കോൺഗ്രസ് ആയിട്ട് ചേർന്ന് പോകണമെങ്കിലോ ബ്രിട്ടനായിട്ട് ചേർന്ന് പോകണമെങ്കിലോ എനിക്ക് പറയാനുള്ള 14 കാര്യങ്ങളെ ഇന്ത്യൻ മുസ്ലിംസിന്റെ പ്രതിനിധി എന്ന നിലയിൽ ഞാൻ എന്ത് ചെയ്യുന്നു, 14 പോയിന്റുകൾ വെക്കുകയാണ്. ഈ 14 പോയിന്റുകൾ അംഗീകരിച്ചാലാണ് നമുക്ക് ഇവിടെ നിന്ന് ഇനി മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ എന്ന് ആര് തീരുമാനിക്കുന്നു? ജിന്ന തീരുമാനിക്കുന്നു. ജിന്ന ലീഗുമായിട്ട് ചേർന്ന് കൂടുതൽ പ്രവർത്തിക്കാനായിട്ട് എന്ത് ചെയ്യുന്നു, തീരുമാനമെടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, 906 ഷിംല ഡെപ്യൂട്ടേഷനിൽ ആഘാ ഖാൻ മൂന്നാമൻ സെപ്പറേറ്റ് ഇലക്ടറേറ്റ് എന്ന് പറയുന്ന ആശയം ഉന്നയിച്ചുകൊണ്ട് ലോർഡ് മിൻഡോ രണ്ടാമൻ്റെ അടുത്തേക്ക് പോകുന്ന സമയത്ത് അദ്ദേഹത്തെ ചോദ്യം ചെയ്ത വ്യക്തിയാണ് ആര്? മുഹമ്മദ് അലി ജിന്ന. സെപ്പറേറ്റ് ഇലക്ടറേറ്റ് എന്ന് പറയുന്ന ആശയത്തെ എതിർത്തിരുന്ന വ്യക്തിയാണ്. ഇത് രാജ്യത്തെ ഭിന്നിപ്പിക്കുക എന്ന് പറഞ്ഞ വ്യക്തിയാണ്. പിന്നീട് എന്ത് ചെയ്യാണ്, ഈ ഒരു പതിറ്റാണ്ട്, ഈ 2 പതിറ്റാണ്ട് സമയം കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് അകന്നു, ഭയങ്കരമായിട്ട് അകന്നു പോകുന്ന നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അദ്ദേഹം കോൺഗ്രസിന്റെ മെമ്പർഷിപ്പ് ഇന്ന് റിസൈൻ ചെയ്യുന്നുണ്ട്. മുസ്ലിം ലീഗിന്റെ മെമ്പർഷിപ്പ് ആ സമയത്ത് മുസ്ലിം ലീഗ് അദ്ദേഹം 911 സമയത്ത് മുസ്ലിം ലീഗിൽ അദ്ദേഹം ജോയിൻ ചെയ്യുന്നുണ്ട്. 11-12 കാലഘട്ടങ്ങളിൽ ജിന്ന മുസ്ലിം ലീഗിൽ ജോയിൻ ചെയ്യുമ്പോഴും പ്രൈമറി മെമ്പർഷിപ്പ് കോൺഗ്രസിലാണ്, ലീഗിലെ എൻ്റെ മെമ്പർഷിപ്പ് സെക്കൻഡറി ആണെന്ന് പറഞ്ഞിരുന്ന വ്യക്തി പിന്നീട് കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും റിസൈൻ ചെയ്യുകയും ലീഗുമായിട്ട് ചേർന്ന് ലീഗിന്റെ അന്നത്തെ തീവ്രപക്ഷത്തേക്ക് പോകുന്നൊരു സാഹചര്യം നമുക്ക് ഉണ്ടാവുന്നുണ്ട്. സരോജിനി നായിഡു ഇന്ത്യയിലെ ഹിന്ദു മുസ്ലിം യൂണിറ്റിയുടെ വക്താവാണ് ജിന്ന എന്ന് വിശേഷിപ്പിച്ചിരുന്ന സരോജിനി നായിഡു പിന്നീട് അദ്ദേഹത്തെ ലൂസിഫർ എന്ന് വിളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നുണ്ട് 1946-47 കാലഘട്ടങ്ങളാവുമ്പോൾ. അപ്പോൾ ആ രീതിയിൽ ഇവിടെ പൊളിറ്റിക്സ് മാറുന്നതായിട്ട് നമുക്ക് കാണാനായിട്ടും സാധിക്കും. ഓക്കെ, ഇനി ഡൽഹി സ്റ്റേറ്റ്മെന്റ്. എന്താണ് ഡൽഹി സ്റ്റേറ്റ്മെന്റ്? അപ്പോൾ നമുക്കറിയാം ഈ ഒരു കാലഘട്ടം വരെ നടന്നിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വ്യക്തമായി കാണും. ഡൽഹി സ്റ്റേറ്റ്മെന്റിനെ പറ്റി ആലോചിക്കുക. ഡൽഹി സ്റ്റേറ്റ്മെന്റ് വാസ് ഇഷ്യൂഡ് ബൈ ഗാന്ധിയാണ് ഇഷ്യൂ ചെയ്തത് ഓൺ 2 November 1929. ഇറ്റ് വാസ് ഇഷ്യൂഡ് വെൻ സൈമൺ കമ്മീഷൻ വാസ് ടൂറിംഗ് ഇന്ത്യ. ഞാൻ പറഞ്ഞു 2 വർഷത്തോളം ഇന്ത്യയിലെ എമ്പാടും ചുറ്റി 2 വോളിയം റിപ്പോർട്ട് 930 ജൂണിലാണ് സൈമൺ കമ്മീഷൻ വെക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. ഇറ്റ് വാസ് ഇൻ എ വേ an attempt to find a middle path. മൊത്തം പ്രശ്നമാണല്ലോ. ബ്രിക്കൻ ഹെഡ് പറഞ്ഞ പോലെ ഇന്ത്യ ഒരു കാലത്തും ഒരു തോണിയിൽ ഇവരെല്ലാവരും സഞ്ചരിക്കില്ല എന്ന് ബ്രിക്കൻ ഹെഡ് അന്ന് വെല്ലുവിളിച്ച പോലെയാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പം മിഡിൽ പാത്ത് എടുക്കാനായിട്ട് എന്ത് ചെയ്യുന്നു, തീരുമാനിക്കുന്നു. ഇൻ ദ സ്റ്റേറ്റ്മെന്റ് ഇറ്റ് വാസ് സജസ്റ്റഡ് ദാറ്റ് ഇൻ ദ കമ്മിങ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് the features of the dominion status to India would be discussed, that there would be the majority of Congress delegates in the conference and there would be issues of general amnesty and conciliations. തുടങ്ങിയ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു, ഗാന്ധി മുന്നോട്ട് വയ്ക്കുന്നു. ഞാൻ ചുരുക്കി പറഞ്ഞുതരാം. ഈ പറഞ്ഞ പോലെ മൊത്തത്തിൽ അവിയൽ പ്രശ്നമായിരിക്കുന്ന സമയത്ത് അന്നത്തെ വൈസ്രോയി ആയിട്ടുള്ള ഇർവിൻ പറയുന്നു, എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങളുടെ സാഹചര്യങ്ങൾ, ഈ നിലയ്ക്ക് പോയി കഴിഞ്ഞാൽ, കാരണം കോൺസ്റ്റിറ്റ്യൂഷണൽ റിഫോംസ് നടന്നാൽ തന്നെയാണ് ബ്രിട്ടനും ഇവിടെ ഈസി ആയിട്ട് ഭരിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇർവിൻ പറഞ്ഞത് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഓൾ പാർട്ടി കോൺഫറൻസ് തന്നെ നടത്താം. എവിടെ? വട്ടമേശ സമ്മേളനം, റൗണ്ട് ടേബിൾ കോൺഫറൻസ് നടത്താമെന്ന് തീരുമാനിക്കുന്നു. അപ്പോൾ റൗണ്ട് ടേബിൾ കോൺഫറൻസ് നടത്താമെന്ന് തീരുമാനിക്കുമ്പോഴാണ് ഗാന്ധി ഡൽഹി സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റേറ്റ്മെന്റ് ഇറക്കി ആരെ കാണാനായിട്ട് പോകുന്നത്, നമ്മുടെ ഇർവിനെ കാണാനായിട്ട് പോകുന്നത്. ഇർവിൻ്റെ അടുത്ത് പറയാണ്, വട്ടമേശ സമ്മേളനം നടത്തുന്നതൊക്കെ കൊള്ളാം, പക്ഷെ മെജോറിറ്റി ആളുകളും ആരായിരിക്കണം, കോൺഗ്രസിൽ നിന്നുള്ള ഡെലിഗേറ്റ്സ് ആയിരിക്കണം മെജോറിറ്റി. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം, ഡൊമീനിയൻ സ്റ്റാറ്റസ് എന്നുള്ള കാര്യത്തിനകത്ത് ഇപ്പൊ തന്നെ ഒരു തീരുമാനം കൽപ്പിക്കണം. വട്ടമേശ സമ്മേളനം ചർച്ച കഴിഞ്ഞിട്ട് തീരുമാനിക്കാമെന്ന് പറയരുത്. വട്ടമേശ സമ്മേളനത്തിൽ കോൺഗ്രസ് പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഡൊമീനിയൻ സ്റ്റാറ്റസ് തരും എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ഒരു തീരുമാനം പറയണമെന്ന് പറഞ്ഞു. മാത്രമല്ല സമരത്തിന്റെ ഭാഗമായിട്ട് മറ്റു കാര്യങ്ങളിലൊക്കെ അറസ്റ്റ് ചെയ്യപ്പെട്ട ആളുകളുടെ അടുത്ത് എന്ത് ചെയ്യണം, ഒരു മേഴ്സി കാണിക്കണം എന്നുള്ള രീതിയിലും ഉള്ള പ്രസ്താവനകൾ ആര് പറഞ്ഞു, സ്റ്റേറ്റ്മെന്റ്സ് ആരിറക്കി, ഗാന്ധി ഇറക്കി.
ഇർവിൻ എന്ത് ചെയ്തു? ഇതിന്റെ പുറത്ത് ഗാന്ധി മെറ്റ് ഇർവിൻ ഓൺ 23 November 1929 where Irvin, the viceroy, rejected the offer given in the Delhi statement. അപ്പോഴാണ് എന്ത് ചെയ്യുന്നത്? നവംബർ 1929 നടക്കുന്നത്. എന്ത് ചെയ്യുന്നത്? ആ വർഷത്തെ വാർഷിക സമ്മേളനത്തിൽ ഡിസംബർ 1929 ലാഹോറിൽ വെച്ച് നടന്ന സമ്മേളനത്തിൽ ജവഹർലാൽ നെഹ്റു എന്ത് ചെയ്യുന്നത്? അധ്യക്ഷനായിട്ട് വരുന്നതും. ഇത്രയും കാലം ഞാൻ ജവഹർലാൽ നെഹ്റുവും സുഭാഷ് ചന്ദ്രബോസും നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഇപ്പോഴും ഡൊമിനിയൻ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞിട്ട് അവന്മാർ നമുക്ക് ഒന്നും തരുന്നില്ല, ഇനി ഞങ്ങൾ പറയുന്ന പോലെ മതി, പൂർണ്ണ സ്വരാജാണ് നമ്മുടെ തീരുമാനം. കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ് വാസ് ഡിക്ലെയർഡ് ആസ് ദ എയിം ഓഫ് ദി കോൺഗ്രസ്. ദി കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി വാസ് ഓതറൈസ്ഡ് ടു ലോഞ്ച് എ പ്രോഗ്രാം ഓഫ് സിവിൽ ഡിസൊബീഡിയൻസ്. 1930 മാർച്ചിൽ അങ്ങനെയാണ് എന്ത് വരുന്നത്? നമ്മുടെ ഉപ്പു സത്യാഗ്രഹവും അതിനോടനുബന്ധിച്ചിട്ടുള്ള സിവിൽ ഡിസൊബീഡിയൻ മൂവ്മെന്റ് ഒക്കെ പ്രഖ്യാപിക്കുന്നത്. ഇൻക്ലൂഡിംഗ് നോൺ പേയ്മെന്റ് ഓഫ് ടാക്സസ് ആൻഡ് ഓൾ മെമ്പേഴ്സ് ഓഫ് ലെജിസ്ലേറ്റീവ്സ് വർ ആസ്ക്ഡ് ടു റിസൈൻ ദെയർ സീറ്റ്സ്. അഗെയിൻ സഹകരണമില്ല. നോൺ കോപ്പറേഷൻ മൂവ്മെന്റിൽ കൗൺസിൽ എൻട്രി പ്രകാരമാണ് ബോയ്ക്കോട്ട് ചെയ്ത്, അതേപോലെ തന്നെ എല്ലാം ബോയ്ക്കോട്ട് ചെയ്യാനും ടാക്സുകൾ അടയ്ക്കേണ്ട തുടങ്ങിയ എല്ലാ കാര്യങ്ങളും തീരുമാനമെടുക്കുന്നത് 1929 ലാഹോർ സമ്മേളനത്തിൽ. ജനുവരി 26, 1930 ഈ സമ്മേളനത്തിന്റെ ഭാഗമായി തന്നെ ഏറ്റവും ആദ്യം ഫസ്റ്റ് ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ട് ആഘോഷിക്കുകയും പതാക ഇന്ത്യയിലെമ്പാടും ഉയർത്തുകയും ചെയ്തു. ഇതിൻ്റെ ഒരു ആനിവേഴ്സറി എന്ന വണ്ണമാണ് നമ്മൾ ജനുവരി 26, 1950 റിപ്പബ്ലിക് ഡേ ആയിട്ട് എന്ത് ചെയ്യുന്നത്? ആചരിച്ചു വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു പതിറ്റാണ്ട് കാലത്തെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചരിത്ര പശ്ചാത്തലം എന്ന് പറയുന്നത്. നമ്മുടെ കൺസെപ്റ്റ് ക്ലാസ്സിനകത്ത് നമ്മൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ടാണ് ഭാഗങ്ങളെ കാണുന്നത്. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ NTPC പരീക്ഷകൾ മാത്രമല്ല SSC പരീക്ഷകളും മറ്റു കോമ്പറ്റേറ്റീവ് എക്സാംസിനെല്ലാം തന്നെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? നമ്മുടെ GK ക്ലാസ്സുകൾ, നമ്മുടെ കൺസെപ്റ്റ് ക്ലാസ്സുകൾ സജ്ജീകരിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് വരാൻ പോകുന്ന സംശയമാണ്, ഞങ്ങൾ ടെക്നീഷ്യൻ ഗ്രേഡ് 1 പരീക്ഷയ്ക്ക് പഠിക്കുന്നവരാണ്, ടെക്നീഷ്യൻ ഗ്രേഡ് 3ക്ക് പഠിക്കുന്നവരാണ്, ALPക്ക് പഠിക്കുന്നവരാണ്, ജൂനിയർ എഞ്ചിനീയർ എക്സാമിന് പഠിക്കുന്നവരാണ്. ഞങ്ങൾക്ക് 10 മാർക്കും 15 മാർക്കേ GK ഉള്ളൂ. ഈ 15 മാർക്കിൽ GK, 10 മാർക്കിൻ്റെ GKയിൽ ചിലപ്പോൾ ഒരു 5 മാർക്ക് കറണ്ട് അഫെയർ ആണെന്നുണ്ടെങ്കിൽ ബാക്കി 5 മാർക്കായിരിക്കും സ്റ്റാറ്റിക് പോർഷൻ എന്ന് വരിക. അതിൽ നിന്ന് തന്നെ ഹിസ്റ്ററിയിൽ നിന്ന് എത്ര ചോദ്യങ്ങൾ വരാനാണ് സാറേ? അപ്പോൾ ഞങ്ങൾ ഇത്രയും പഠിച്ചാലാണോ അത് കിട്ടുക? അല്ല. അവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞ സെക്കൻഡ് ടൈപ്പ് ഓഫ് ക്ലാസ്, നമ്മളിപ്പോൾ കണ്ട അതേ ഭാഗത്തെ നിങ്ങളൊരു ടെക്നിക്കൽ എക്സാമിന്, RRB ടെക്നിക്കൽ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇനി നോക്കാൻ പോകുന്നത് ഇതേ ടോപ്പിക്കിൻ്റെ കൺസോളിഡേറ്റഡ് ക്ലാസ് ആണ്. അവിടെ നമ്മൾ എന്ത് മാത്രമേ പഠിക്കുകയുള്ളൂ? ഫാക്റ്റുകൾ മാത്രമേ പഠിക്കുകയുള്ളൂ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകൾ മാത്രം പഠിച്ചു പോവുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, നേരത്തെ പറഞ്ഞ ഖിലാഫത്ത് കോൺഫറൻസ് 1919 20 ഇടയിലാണ്, നമുക്കറിയാവുന്നതാണ്. ഖിലാഫത്ത് കമ്മിറ്റി ഫോം ചെയ്തത് മാർച്ച് 1919 നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അലി ബ്രദേഴ്സ്, മുഹമ്മദ് അലിയും ഷൗക്കത്ത് അലിയുമാണ് അതിന് നേതൃത്വം വഹിച്ചിരുന്നത്. മൗലാന അബുൽ കലാം ആസാദും അതിനകത്ത് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഗാന്ധി അതിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഗാന്ധി ഏറ്റവും ആദ്യത്തെ ഖിലാഫത്ത് കോൺഫറൻസിൻ്റെ പ്രസിഡന്റ് ആയിരുന്നു. ഇത്രയും പോയിന്റുകളാണ് നിങ്ങൾ ഖിലാഫത്ത് കമ്മിറ്റിയെ പറ്റി കൺസോളിഡേറ്റഡ് ക്ലാസ്സിനകത്ത് പഠിക്കുന്നുള്ളൂ. കാരണം ഇതിനകത്തുനിന്നേ ചോദ്യങ്ങൾ വന്നിട്ടുള്ളൂ. ആ ചോദ്യങ്ങൾ വന്നിട്ടുള്ള ഭാഗങ്ങൾ മാത്രമാണ് നമ്മളവിടെ പഠിച്ചു പോകുന്നത്. ഓക്കെ, കൺസെപ്റ്റ് ക്ലാസ്സിനകത്ത് നമ്മൾ എന്താ പഠിച്ചത്? ചോദ്യം വന്നിട്ടുള്ളതും വരാൻ സാധ്യതയുള്ളതും അങ്ങനെയുള്ള ഭാഗങ്ങൾ പഠിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറിയും കഥയും ചരിത്രവും എല്ലാം നമ്മളവിടെ പഠിച്ചു പോകും. പക്ഷേ ഇവിടെ ആവശ്യത്തിന് മാത്രം നമ്മൾ പഠിച്ചു പോകുള്ളൂ. നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് 1920-22 കാലഘട്ടത്തിലാണ് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് നടക്കുന്നത്. ഇത് കൽക്കട്ടയിലെ സ്പെഷ്യൽ സമ്മേളനത്തിൽ ലാലാ ലജ്പത് റായാണ് അത് അധ്യക്ഷത വഹിച്ചിരുന്നത്. ആ സ്പെഷ്യൽ സമ്മേളനത്തിലാണ് ആദ്യം ബോയ്ക്കോട്ട് റെസൊല്യൂഷൻ പാസ്സാക്കി എടുക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, ഗാന്ധി ഓഗസ്റ്റ് 1 എന്ത് ചെയ്യുന്നു? നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് ലോഞ്ച് ചെയ്യുന്നു. തൊട്ടടുത്ത മാസം സെപ്റ്റംബർ മാസം നടക്കുന്ന കൽക്കട്ട സെഷനിൽ, സ്പെഷ്യൽ സെഷനിൽ ലാലാ ലജ്പത് റായാണ് എന്ത് ചെയ്യുന്നത്? അതിൻ്റെ അധ്യക്ഷത വഹിക്കുന്നത്. ആ സെഷനിലാണ് എന്ത് ചെയ്യുന്നത്? റെസൊല്യൂഷൻ പാസ്സാക്കി എടുക്കുന്നത്, കോൺഗ്രസ് പാസ്സാക്കി എടുക്കുന്നത്. ആ സമയത്ത് മോട്ടിലാൽ നെഹ്റുവും CR ദാസൊക്കെ അവരുടെ എന്ത് ചെയ്യുന്നുണ്ട്? അഡ്വക്കേറ്റ്, ലോയർ എന്ന് പറയുന്ന ആ പദവി ഉപേക്ഷിക്കുന്നുണ്ട്. ഫോറിൻ ഗുഡ്സ് ബോയ്ക്കോട്ട് ചെയ്യുന്നുണ്ട്. എക്കോണമി താഴോട്ട് പോകുന്നുണ്ട്. നമ്മളവിടെ കൺസെപ്റ്റ് ക്ലാസ്സിൽ കണ്ടതാണ് അല്ലേ? ഫെബ്രുവരി 5, 1922 ചൗരി ചൗര ഇൻസിഡന്റിലോടുകൂടി എന്ത് ചെയ്യുന്നു? NCMനെ സ്റ്റോപ്പ് ചെയ്യുന്നു. നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് അവസാനിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് രണ്ടിലൂടെ, ഈ ഒറ്റ സ്ലൈഡിലൂടെ നമ്മുടെ ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെയും നോൺ കോപ്പറേഷൻ മൂവ്മെന്റിന്റെയും ക്രക്സ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ പോയിന്റ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി? കവർ ചെയ്ത് പോകാനായിട്ട് പറ്റി. ഇത് റിവിഷൻ പർപ്പസിന് യൂസ് ചെയ്യാം. നമ്മുടെ കൺസെപ്റ്റ് ക്ലാസ് കണ്ടതിന് ശേഷം അതിലെല്ലാ ആശയം മനസ്സിലാക്കിയ ഒരു കുട്ടി എക്സാമിന്റെ സമയത്ത് നമുക്ക് ആ ക്ലാസ് കണ്ടിരിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് റിവിഷന് വേണ്ടിയിട്ട് ഈ ഭാഗം ഇങ്ങനെ പഠിക്കാം. ഇനി സ്വരാജ് പാർട്ടി, മോട്ടിലാൽ നെഹ്റുവും വിത്തൽഭായ് പട്ടേലും CR ദാസുമാണ് അതിൻ്റെ അംഗങ്ങൾ എന്ന് പറയുന്നത്. 1923 സ്വരാജ് പാർട്ടി ഫോം ചെയ്യുന്നത്. അവരുടെ പർപ്പസ് എന്തായിരുന്നു? ബോയ്ക്കോട്ട് ഓഫ് LC എന്ന് പറഞ്ഞാൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ. അപ്പോൾ എന്ത് ചെയ്യണം? ദേ വാണ്ടഡ് ടു എൻഡ് ദ ബോയ്ക്കോട്ട് ഓഫ് LC, ലെജിസ്ലേറ്റീവ് കൗൺസിൽ അല്ലെങ്കിൽ കൗൺസിൽ എൻട്രി പ്രോഗ്രാമാണ് അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത്.
അല്ലേ? കൗൺസിൽ എൻട്രി പ്രോഗ്രാമാണ് ഇവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. ഡിസംബർ 1922 ഗയ സമ്മേളനത്തിൽ CR ദാസായൻ അധ്യക്ഷത വഹിച്ചിരുന്നത്. പക്ഷെ എന്ത് ചെയ്യേണ്ടി വരുന്നു? ഗാന്ധി, പ്രോ ഗാന്ധി അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നോ ചേഞ്ചേഴ്സ് എന്ന് വിചാരിക്കുന്ന അല്ലെങ്കിൽ എന്ന് വിശേഷിപ്പിക്കുന്ന ആളുകളുടെ അവരാണ് അംഗബലത്തിൽ കൂടുതലായിരുന്നു. അതുകൊണ്ട് CR ദാസിന് പ്രസിഡൻസി റിസൈൻ ചെയ്യേണ്ടി വരുന്നു. അദ്ദേഹം എന്ത് ചെയ്യുന്നു? സ്വരാജ് പാർട്ടി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. പിന്നീട് ഈ ഡിസഗ്രിമെന്റ് എൻഡ് ചെയ്തത്, അവസാനിപ്പിച്ചത് ബെൽഗാം സെഷനിൽ വെച്ചിട്ടാണ്. ഔദ്യോഗികമായിട്ട് 1924 ഗാന്ധി പ്രിസൈഡ് ചെയ്ത ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും ആദ്യത്തെയും അവസാനത്തെയുമായിട്ടുള്ള ഒരു സമ്മേളനമാണ് ബെൽഗാം സെഷൻ. ഗാന്ധി ജയിലിലായിരുന്നു, നിങ്ങൾക്ക് അറിയാവുന്നതാണ് അല്ലേ? മാർച്ച് മാസം 1922 ചൗരി ചൗര ഇൻസിഡന്റിന്റെ ഭാഗമായിട്ട് ഗാന്ധി ജയിലിൽ പോകുന്നു. ജയിലിൽ പോയിട്ടുള്ള ഗാന്ധി തിരിച്ചു വരികയും ഈ പറയുന്ന സ്പ്ലിറ്റ് ഉണ്ടാവാതിരിക്കുന്നതിന് വേണ്ടി ഗാന്ധി നെഹ്റു ദാസ് പാക്ട് ഒപ്പുവെക്കുന്നു. ബെൽഗാം സെഷനിൽ വെച്ചിട്ട് അത് അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് അവർ തമ്മിലുള്ള ആ തർക്കം എന്ത് ചെയ്യുന്നു? അവസാനിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. സൈമൺ കമ്മീഷൻ 1927 വരുന്നത്. 1919 ആക്ട് റിവൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് വരുന്നത്. ഓൾ വൈറ്റ് കമ്മീഷൻ എന്ന് വിളിക്കുന്നു. പ്രൊട്ടസ്റ്റ് ഉണ്ടാവുന്നു. ലാത്തി ചാർജിൽ മരണപ്പെടുന്ന ആളാണ് ലാലാ ലജ്പത് റായ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അംബേദ്കർ ബോംബെ ലെജിസ്ലേറ്റീവ് കൗൺസിലിന്റെ ഭാഗമായിട്ട് അംബേദ്കർ സൈമൺ കമ്മീഷന്റെ കൂടെ ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അംബേദ്കർ മാത്രമല്ല, നമ്മൾ നേരത്തെ പഠിച്ച പോലെ EV രാമസ്വാമി നായ്ക്കർ എല്ലാം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ സൈമൺ കമ്മീഷന്റെ കൂടെ തന്നെ ചേർന്ന് പഠിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഡൽഹി പ്രൊപ്പോസൽസ് ഓഫ് മുസ്ലിം ലീഗ് 1927 ജിന്ന മുന്നോട്ട് വയ്ക്കുന്ന ആശയമാണ്. അതിനുശേഷം നെഹ്റു റിപ്പോർട്ട് 1928 മോട്ടിലാൽ നെഹ്റുവും ജവഹർലാൽ നെഹ്റു എല്ലാം നെഹ്റു റിപ്പോർട്ടിന്റെ ഭാഗമായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തികളാണ്. ജിന്നയുടെ 14 പോയിന്റുകൾ നെഹ്റു റിപ്പോർട്ടിന് അമെൻമെന്റ് ആയിട്ടും സൈമൺ കമ്മീഷന്റെ തീരുമാനങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ജിന്ന എന്ത് ചെയ്യുന്നുണ്ട്? 14 പോയിന്റ്സ് വെക്കുന്നുണ്ട്. ഇതെല്ലാം നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. ലോർഡ് ഇർവിൻ എന്ത് ചെയ്യുന്നു? റൗണ്ട് ടേബിൾ കോൺഫറൻസ് നടത്താമെന്ന് പറയുന്നു. ഡൽഹി സ്റ്റേറ്റ്മെന്റ് ഓർ ഡൽഹി മാനിഫെസ്റ്റോ എന്ത് ചെയ്യുന്നു? ഗാന്ധി മുന്നോട്ട് വയ്ക്കുന്നു. നവംബർ 1929 ഇർവിൻ അത് എന്ത് ചെയ്യുന്നു? അതിനെ റിജക്ട് ചെയ്യുന്നു. 1929 ഡിസംബറിൽ ലാഹോർ സമ്മേളനം നടക്കുന്നു. പൂർണ്ണ സ്വരാജ് ഡിക്ലറേഷൻ നടത്തുന്നു. 1930 ജനുവരി 26 എന്ത് ചെയ്യുന്നു? ഫ്ലാഗ് ഹോയിസ്റ്റ് ചെയ്യുന്നു. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാ ഭാഗങ്ങളെയും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു 3 സ്ലൈഡിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ പറഞ്ഞ ക്ലാസ്സിനെ കൺക്ലൂഡ് ചെയ്യാം. ചുരുക്കി പറഞ്ഞാൽ കൺസെപ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ള പോയിന്റുകളുടെ ഒരു കൺക്ലൂഷനാണ് കൺസോളിഡേറ്റ് ക്ലാസ് എന്ന് പറയുന്നത്. ഈ കൺസോളിഡേറ്റ് ക്ലാസ്സസ് ആണ് നമ്മൾ ടെക്നിക്കൽ കുട്ടികൾക്ക് കൊടുക്കുന്നത്, ടെക്നിക്കൽ എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് കൊടുക്കുന്നത്. കൺസെപ്റ്റ് ക്ലാസ് ആണ് നമ്മൾ NTPC പരീക്ഷകൾക്കും അതുപോലെ തന്നെ ഗ്രൂപ്പ് D പരീക്ഷകൾക്കൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്കും നമ്മുടെ GK മാസ്റ്റർ ബാച്ചിനകത്തും സൂപ്പർ കോംബോ ബാച്ചിനകത്തൊക്കെ നമ്മൾ കൺസെപ്റ്റ് ക്ലാസ്സുകളാണ് എന്ത് ചെയ്യുന്നത്? പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. ഇനി നമ്മുടെ ക്ലാസ്സിൻ്റെ അവസാനത്തെ ഘട്ടം നമ്മൾ എന്ത് ചെയ്യുന്നു? PYQ നോക്കി, ചോദ്യങ്ങൾ എവിടെ നിന്നാണ് വന്നതെന്ന് മനസ്സിലാക്കി, അതിനെ ആസ്പദമാക്കിക്കൊണ്ടുള്ള 2 തരത്തിലുള്ള ക്ലാസ്സുകൾ നമ്മൾ എന്ത് ചെയ്തു? പരിചയപ്പെട്ടു. മൂന്നാമത്തെ പക്ഷം എന്താണ്? ആ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഈ ക്ലാസ് കണ്ടതിന് ശേഷം ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് എന്ത് ചെയ്യണം? പരിശോധിക്കണം. അല്ലെങ്കിൽ ഈ ക്ലാസ് കണ്ടിട്ട് വലിയ കാര്യമൊന്നുമില്ല. ആഫ്റ്റർ ഓൾ എക്സാമിന് ചോദ്യങ്ങൾ ഉത്തരം എഴുതാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് അല്ലേ? നമുക്ക് എന്ത് ചെയ്യാം? ചോദ്യങ്ങളിലേക്ക് കടക്കാം. ചൗരി ചൗര ഇൻസിഡന്റ് ഏത് മൂവ്മെന്റിന്റെ അവസാനത്തിലേക്കാണ് നയിച്ചത്? തണ്ടി സത്യാഗ്രഹ, ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്, സിവിൽ ഡിസൊബീഡിയൻ മൂവ്മെന്റ്, നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്. 2 സെക്കൻഡ് സമയം കൊണ്ട് ഉത്തരം പറഞ്ഞേ, ഏതാണ്? നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് അല്ലേ? അടുത്ത ചോദ്യം, ചൗരി ചൗര എവിടെയാണ് നടന്നിട്ടുള്ളത്? ഉത്തർപ്രദേശിലാണ്, നമുക്കറിയാം. അലഹാബാദ് ആണോ, വാരണാസി ആണോ, കാൺപൂർ ആണോ? അല്ല, എവിടെയാണ്? ഗോരഖ്പൂർ ആണ്, നമ്മൾ പഠിച്ചതാണ് അല്ലേ? അടുത്ത്, വാട്ട് വാസ് ദ നെയിം ഓഫ് ദ ജഡ്ജ്? ജഡ്ജിന്റെ പേരെന്താണ്? നമ്മൾ പ്രത്യേകം എടുത്ത് പറഞ്ഞാണ്. എന്താണ്? ബ്രൂംഫീൽഡ് അല്ലേ? 3 ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഉത്തരം കിട്ടി. വിച്ച് മൂവ്മെന്റ് വാസ് ലെഡ് ഇൻ ഇന്ത്യ ബൈ അലി ബ്രദേഴ്സ്? ഷൗക്കത്ത് അലിയും മുഹമ്മദ് അലിയും കൂടെ നേതൃത്വം വഹിച്ചിട്ടുള്ള മൂവ്മെന്റിന്റെ പേരെന്താണ്? ക്വിറ്റ് ഇന്ത്യ ആണോ? അല്ല. ഡൽഹി ചെലവാണോ? അല്ല. ബോയ്ക്കോട്ടാണോ? അല്ല. ഏതാണ്? ഖിലാഫത്ത് മൂവ്മെന്റ്. 4 ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ആരാണ് നോൺ കോപ്പറേഷൻ മൂവ്മെന്റിന് നേതൃത്വം കൊടുത്തത്? ഓഫ് കോഴ്സ് ആരാണ്? മഹാത്മാ ഗാന്ധി. അടുത്ത്, ഖിലാഫത്ത് പ്രസ്ഥാനവുമായിട്ട് ശരിയായിട്ടുള്ള പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്? മുഗൾ റോയൽ ഫാമിലിയെ റീസ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടി കൊണ്ടുവന്നതാണോ? അല്ല. പാകിസ്ഥാൻ ഡിമാൻഡ് ചെയ്തുകൊണ്ട് വന്നതാണോ? അല്ല. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് വന്നതാണോ? അല്ല. ഏതാണ്? ഇറ്റ് വാസ് എ മൂവ്മെന്റ് ഇൻ സപ്പോർട്ട് ഓഫ് ദ തുർക്കിഷ് സുൽത്താൻ അല്ലെ? തുർക്കിയിലെ സുൽത്താന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള മൂവ്മെന്റ് ആണ്, പഠിച്ചതാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് വാസ് എ റിസൾട്ട് ഓഫ് ദ നോൺ കോപ്പറേഷൻ ആൻഡ് ഖിലാഫത്ത് മൂവ്മെന്റ്? ഖിലാഫത്ത് മൂവ്മെന്റിന്റെയും നോൺ കോപ്പറേഷൻ മൂവ്മെന്റിന്റെയും റിസൾട്ട് എന്താണ്? താഴെ തന്നിരിക്കുന്നതിൽ പെസൻസ് ക്യാരിഡ് ലോഡ് ഫോർ കൊളോണിയൽ, അങ്ങനെ വല്ലതും സംഭവിച്ചോ? ഇല്ല. സ്റ്റുഡൻസ് വെന്റ് ടു സ്കൂൾ, അങ്ങനെയാണോ? അല്ല. അവർ ബോയ്ക്കോട്ട് ചെയ്തു. ലോയർ അറ്റൻഡ് കോർട്സ്, അല്ല. ലോയർ എന്ത് ചെയ്തു? ബോയ്ക്കോട്ട് ചെയ്തു. ദ വർക്കിംഗ് ക്ലാസ് വെന്റ് ഓൺ സ്ട്രൈക്ക് ഇൻ മെനി ടൗൺസ് ആൻഡ് സിറ്റീസ്, അത് ശരിയാണ് അല്ലേ? അപ്പോൾ എൻ്റെ ആൻസർ വരുന്നത് D ആണ്. ഇനി RRB JEക്ക് ചോദിച്ച ചോദ്യമാണ്. ഖിലാഫത്ത് കമ്മിറ്റി ഫോം ചെയ്തത് ബോംബെയിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏത് സമയത്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഏത് സമയത്താണ്? മാർച്ച് 1919. നമ്മൾ ക്ലാസ്സിനകത്ത് പഠിച്ചതാണ്. ഇനി സ്വരാജ് പാർട്ടി ഫോം ചെയ്ത വർഷം
ഏതാണ്? 923. ഇനി ഹൂ അലോങ് വിത്ത് മോട്ടിലാൽ നെഹ്റു ഫ്രോം സ്വരാജ് പാർട്ടി, ആരാണ്? CR ദാസിൻ്റെ കൂടെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഈ പറയുന്ന സ്വരാജ് പാർട്ടി ഫോം ചെയ്തിട്ടുള്ളത്, നമ്മൾ കണ്ടതാണ്. നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് വാസ് അഡോപ്റ്റഡ് അറ്റ് ദ കോൺഗ്രസ് സെഷൻ ഇൻ ഡിസംബർ 1920 അറ്റ് ഡാഷ്. ഏത് സമ്മേളനത്തിലാണ് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് അഡോപ്റ്റ് ചെയ്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്? നാഗ്പൂർ സമ്മേളനം. ശ്രദ്ധിക്കേണ്ട കാര്യം 920 2 സമ്മേളനങ്ങളാണ് നടന്നിട്ടുള്ളത്. സെപ്റ്റംബർ മാസം ഒരു സമ്മേളനം നടന്നു, അതെവിടെ വെച്ചിട്ടാണ്? കൽക്കട്ടയിൽ വെച്ചിട്ടാണ്. പിന്നെ ഡിസംബർ മാസത്തെ വാർഷിക സമ്മേളനം നടന്നു, അതെവിടെ വെച്ചിട്ടാണ്? അത് നാഗ്പൂർ വെച്ചിട്ടാണെന്നുള്ള കാര്യം കൂടെ എന്ത് ചെയ്യുക? ഓർത്തിരിക്കുക. നാഗ്പൂർ സമ്മേളനം വിജയരാഘവാചാര്യയും കൽക്കട്ട സമ്മേളനം ലാല ലജ്പത് റായിയാണ് അധ്യക്ഷത വഹിച്ചതെന്നുള്ള കാര്യം കൂടെ എന്ത് ചെയ്യുക? ഓർത്തിരിക്കാൻ പറ്റിയാൽ വളരെ നല്ലത്. ഓക്കെ, നെക്സ്റ്റ്. ക്ലെമന്റ് അറ്റ്ലി ഏത് കമ്മീഷന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള വ്യക്തിയാണ്? സൈമൺ കമ്മീഷന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള വ്യക്തിയാണ് ക്ലെമന്റ് അറ്റ്ലി എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ബോയ്ക്കോട്ടിംഗ് സൈമൺ കമ്മീഷൻ. സൈമൺ കമ്മീഷൻ ബോയ്ക്കോട്ട് ചെയ്യുന്നതിന്റെ പ്രധാന കാരണം എന്താണ്? ലാല ലജ്പത് റായ് വാസ് ക്രിട്ടിക്കലി ഇൻജേർഡ്, അതാണോ? അല്ല. ചെയർമാൻ വാസ് സർ ജോൺ സൈമൺ, അദ്ദേഹത്തിനോട് നമുക്ക് എന്തെങ്കിലും വിദ്വേഷം ഉണ്ടായിരുന്നോ? ഇല്ല. ഓൾ ദ മെമ്പേഴ്സ് ഓഫ് ദ കമ്മീഷൻ വർ ഇൻഎക്സ്പീരിയൻസ്ഡ്, അതായിരുന്നു കാരണം? അല്ല. ഓൾ ദ മെമ്പേഴ്സ് ഓഫ് ദ കമ്മീഷൻ വർ ബ്രിട്ടീഷ്, എല്ലാവരും ബ്രിട്ടീഷുകാരായിരുന്നു. അതുകൊണ്ടാണ് അതിനെ എന്തെന്ന് വിളിച്ചിരുന്നത്? ഓൾ വൈറ്റ് കമ്മീഷൻ എന്ന് വിളിച്ചിരുന്നത്. എന്തെന്നാണ് വിളിച്ചിരുന്നത്? ഓൾ വൈറ്റ് കമ്മീഷൻ. മറ്റൊരു പേരെന്തായിരുന്നു? ഇന്ത്യൻ സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷൻ. ഇന്ത്യൻ സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷൻ എന്ന് വിശേഷിപ്പിച്ചിരുന്നതും എന്ന് വിളിച്ചിരുന്നതും ഏത് കമ്മീഷനെയാണ്? സൈമൺ കമ്മീഷനെയാണെന്നുള്ള കാര്യം എന്ത് ചെയ്യുക? ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ഇതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ക്ലാസ്സിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ഒരു രീതിയിലുള്ള ക്ലാസ്സുകളാണ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇനിയും നമ്മുടെ ക്ലാസ്സുകൾ പരിചയപ്പെടാത്ത കുട്ടികളുണ്ടെങ്കിൽ നമ്മുടെ ക്ലാസ്സുകൾ കണ്ട് മനസ്സിലാക്കി അതിൻ്റെ ക്വാളിറ്റി മനസ്സിലാക്കി നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു തീരുമാനത്തിലെടുക്കുക. ഞാൻ ഈ ക്ലാസ്സിൻ്റെ ആരംഭത്തിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ NTPC പരീക്ഷയുടെയും ജൂനിയർ എഞ്ചിനീയർ എക്സാമിൻ്റെയൊക്കെ അപ്ലിക്കേഷൻ വിൻഡോ ക്ലോസ് ചെയ്യാനായിട്ടാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കുക, പഠിക്കാൻ ആരംഭിക്കുക. പഠിക്കാനിരിക്കുമ്പോൾ ഈ രീതിയിലുള്ള ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് അനാലിസിസ് നടത്തിക്കൊണ്ട് ഓരോ പരീക്ഷയ്ക്കും നിങ്ങൾക്ക് വേണ്ടത് എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ആ ക്ലാസ്സുകൾ സെലക്ട് ചെയ്യുക, എന്ത് ചെയ്യുക? എത്രയും പെട്ടെന്ന് തന്നെ പഠിച്ചു തുടങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് നമ്മുടെ സൂപ്പർ കോംബോ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സൂപ്പർ കോംബോ ബാച്ചിനകത്ത് നമ്മൾ ജൂനിയർ എഞ്ചിനീയർ എക്സാം, അതുപോലെ തന്നെ നമ്മുടെ NTPC എക്സാം, അതുപോലെ തന്നെ സെക്ഷൻ കൺട്രോളർ എക്സാം, ഇത്രയും പരീക്ഷകൾ ഒരുമിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ തന്നെ ഡിസൈൻ ചെയ്തിട്ടുള്ളൊരു ബാച്ചാണ് എന്ത്? സൂപ്പർ കോംബോ ബാച്ച്. സൂപ്പർ കോംബോ ബാച്ച് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള ഗുണം എന്താണ്? RRB ജൂനിയർ എഞ്ചിനീയർ എക്സാമിന് വേണ്ടിയിട്ടുള്ള കൺസോളിഡേറ്റഡ് ക്ലാസ്സസും NTPC പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള കൺസെപ്റ്റ് ക്ലാസ്സസും നമ്മൾ ഇന്ന് പരിചയപ്പെട്ടുള്ള 2 ക്ലാസ്സുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സൂപ്പർ കോംബോ ബാച്ചിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് പഠിച്ചെടുക്കാനായിട്ട് പറ്റും. നിങ്ങൾക്ക് 2 ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഒറ്റ കോഴ്സിലൂടെ ഈ പറയുന്ന 4 പരീക്ഷകളെയും ക്രാക്ക് ചെയ്യാൻ പാകത്തിന് നിങ്ങളെ പരുവപ്പെടുത്തിയെടുക്കുക. അതാണ് സൂപ്പർ കോംബോ ബാച്ചിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ താല്പര്യമുള്ള കുട്ടികൾക്ക് എന്ത് ചെയ്യാം? സൂപ്പർ കോംബോ ബാച്ചിൽ പർച്ചേസ് ചെയ്യാവുന്നതാണ്. അല്ലാതെ അവർക്ക് നമ്മുടെ ജൂനിയർ എഞ്ചിനീയർ എക്സാം നിങ്ങൾക്ക് കൺസോളിഡേറ്റഡ് ക്ലാസ്സസ് മതി ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? JEEയുടെ ബാച്ചുകളുണ്ട് നമ്മുടെ കയ്യിൽ. അതിൽ തന്നെ ഇപ്പം നിങ്ങൾ സിവിലോ മെക്കാനിക്കലോ കമ്പ്യൂട്ടറോ പഠിച്ചിട്ടുള്ള കുട്ടികളാണ്, നിങ്ങൾക്ക് നോൺ ടെക് മാത്രം മതി എന്നുണ്ടെങ്കിൽ നമുക്ക് JEEക്ക് വേണ്ടിയിട്ടുള്ള നോൺ ടെക് ബാച്ച് ഉണ്ട് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അല്ലാതെ കോംപ്രിഹെൻസീവായിട്ട് ഇലക്ട്രിക്കലും ഇലക്ട്രോണിക്സ് ബാച്ചുകൾ നമുക്കുണ്ട്. അതിനകത്ത് ടെക്കും നോൺ ടെക്കും ഉണ്ടായിരിക്കും. ഇനി ടെക് മാത്രം മതി എന്നുള്ള കുട്ടികൾക്ക്, ടെക്നിക്കൽ ഭാഗം മാത്രം മതി എന്നുള്ള കുട്ടികൾക്ക് ടെക്നിക്കലിൻ്റെ ബാച്ചസും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഇതിന് പുറത്ത് നമ്മുടെ GK ക്ലാസ്സസ് നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ GK ക്ലാസ്സസ് ഈ പറഞ്ഞ പോലെ മറ്റ് കോമ്പറ്റേറ്റീവ് എക്സാംസിനെല്ലാം പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണ്. നിങ്ങൾക്ക് GKയിലാണ് വീക്ക്, GK സ്ട്രോങ് ആക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ GK ബാച്ചസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്? ഈ രീതിയിൽ പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇതിൽ ഏതെങ്കിലും ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾ എന്ത് ചെയ്യുക? ഈ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഗൂഗിൾ ഫോം താഴെ കൊടുക്കുന്നുണ്ടാവും, ആ ഫോം ഫില്ല് ചെയ്താലും മതി. ഓക്കെ, അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ എന്ത് തീരുമാനമെടുക്കുകയാണെങ്കിലും നിങ്ങൾ കണ്ട് വിലയിരുത്തി തീരുമാനമെടുക്കുക. ഓക്കെ, കാണേണ്ടത് കാണുക, ക്ലാസ്സുകൾ എങ്ങനെയാണെന്നുള്ളത് കാണുക, അത് മനസ്സിലാക്കുക, അതിനെ വിലയിരുത്തുക. നിങ്ങളുടെ മുന്നിൽ തന്നെ വളരെ വ്യക്തമായിട്ട് നമ്മൾ കാണിച്ചു തരുന്നുണ്ട് എങ്ങനെയാണ് നമ്മൾ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളത്. അതിനുശേഷം തീരുമാനമെടുക്കുക, പഠിക്കാൻ തുടങ്ങുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.